വളരെ അനുഗ്രഹീതമായ ഒരു സായം സന്ധ്യയിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ ഈ അതുല്യമായ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വേദിയിൽ ഗുരുതുല്യരായ ധാരാളം ആളുകളുണ്ട്. സദസ്സിൽ ഗുരുക്കന്മാരായ ധാരാളം ആളുകളുണ്ട്. കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാർ, സഭകളുടെ എൽഡേഴ്സായ പ്രിയപ്പെട്ടവർ, സഹോദരി സഹോദരന്മാർ, യുവതി യുവാക്കന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സന്ധ്യാഭിവാദനങ്ങളെ അർപ്പിക്കുന്നു. വളരെ ശ്രുതിമധുരമായ ഗാനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. മലയാളികൾ പൊതുവെ ആളുകളെ പ്രോത്സാഹിപ്പിക്കാറില്ല എന്ന് മറുനാട്ടുകാർ പറയുന്നുണ്ട്. അത് വെറുതെ ആയിരിക്കാം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് കരങ്ങളെ അടിച്ച് ആ പ്രിയപ്പെട്ടവർക്കൊരു പ്രോത്സാഹനം കൊടുക്കാം. പ്രത്യേകിച്ച് അവസാനത്തെ ആ പാട്ട് എല്ലാവരും ചേർന്ന് പാടിയ പാട്ടല്ല. അവസാനം പ്രിയ ജെയ്സൺ ബ്രദർ പാടിയ ആ പാട്ട് സത്യത്തിൽ നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് ആ പാട്ടിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതിൻ്റെ ഒരു വഴി അദ്ദേഹം പാടിയില്ലെങ്കിൽ ഞാൻ പാടണമെന്ന് തന്നെ ഓർത്താണ് അവിടെ ഇരുന്നത്. പക്ഷെ അദ്ദേഹം അതും പാടി. ഹൃദിബോധം ലവമുള്ളവരെല്ലാം അടിപണിയും തൻ സന്നിധവും. എന്തർത്ഥവത്തായ വരികളാണ് നമ്മുടെ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നത്. കൃപ പൊഴിയും കുരിശിനരികിൽ. ഈ വരികളൊക്കെ നമ്മളൊന്ന് വായിക്കുകയും പാടുകയും ഒക്കെ ചെയ്താൽ എത്ര ആശ്വാസകരമായ കാര്യമാണ്. ഒരു പ്രശസ്തനായ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: പാട്ട് ഹൃദയത്തെ ആനന്ദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യാറുണ്ട്, എന്നാൽ കഷ്ടത വരുമ്പോൾ അതിൻ്റെ വരികൾ നമ്മെ ചിന്തിപ്പിക്കും. എത്ര അർത്ഥവത്തായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പാട്ടുകൾ നമ്മെ ആനന്ദിപ്പിക്കുന്നതാണ്, എന്നാൽ അതിൻ്റെ വരികൾ നമ്മളെ ഏറ്റവും അധികം ആശ്വസിപ്പിക്കുന്നത് നാം കഷ്ടതയിലോ രോഗങ്ങളിലോ ദുഃഖങ്ങളിലോ ആകുമ്പോഴാണ്. മുഖവര ധാരാളം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകുന്നില്ല. എൻ്റെ മുമ്പിൽ സമയം വളരെ പരിമിതമാണ് എന്ന് പറഞ്ഞാൽ വിഷയത്തിൻ്റെ വ്യാപ്തി കൊണ്ടാണ് പരിമിതമാണ് എന്ന് ഞാൻ പറഞ്ഞത്, അല്ലാതെ 1 മണിക്കൂർ കുറവാണ് എന്നുള്ള അർത്ഥത്തിലല്ല. ഇന്നലെ നമ്മൾ ചിന്തിച്ച അതേ വിഷയം തന്നെ ഇന്നും തുടരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായി നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 20 വേഴ്സസ് 30 and 31. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അനുഗ്രഹീത ഗാനങ്ങൾ ഞങ്ങൾ കേട്ട് അങ്ങയെ മഹത്വപ്പെടുത്തുകയായിരുന്നു. അങ്ങയെപ്പോലെ അത്ഭുതവാനായ ഒരു ദൈവമില്ല, അങ്ങയെപ്പോലെ അതിശയവാനായ ഒരു ദൈവമില്ല. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങളത് മനസ്സിലാകുന്നു. പിതാവേ, ഞങ്ങൾ വായിച്ചു കേട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം അങ്ങയുടേതാണ്, അടിയൻ അങ്ങയുടേതാണ്, ജനം അവിടുത്തേതാണ്, കേൾവിക്കാരായ ഓരോ പ്രിയപ്പെട്ടവരും അങ്ങയുടേതാണ്. അങ്ങയുടെ ആത്മാവിനാൽ വിരചിതമായ ഈ വചനത്തിൽ നിന്ന് ഇന്ന് രാത്രികാലം അടിയങ്ങളോട് ഓരോരുത്തരോടും അവിടുന്ന് ഇടപെടുമാറാകണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അധിനിവേശം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവവേദ്യമാക്കി തീർക്കുവാൻ അവിടുത്തെ ആത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, അനുഗ്രഹീത വചനങ്ങൾ കേട്ട് ആശ്വാസം പ്രാപിക്കുവാൻ, മഹോന്നതനായ അങ്ങേ കൂടുതൽ രുചിച്ചറിയുവാൻ
ഇന്നത്തെ രാത്രികാലം സഹായിക്കണമേ. അല്പമാം ഉപകരണം കൊണ്ട് നൽപ്പെടുന്ന മെച്ചമേറിയ ജോലി ചെയ്യുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ എളിയവനായ അടിയനെയും സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്നലെ വന്നിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്നലെ പറഞ്ഞ പോയിന്റുകൾ ഒന്ന് കമ്പി വാചകത്തിൽ പറഞ്ഞിട്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്നും വളരെ വിഭിന്നമായി യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, യോഹന്നാൻ തന്നെ ആ സുവിശേഷം എഴുതിയത് എന്തിനാണ് എന്നുള്ളത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. യോഹന്നാൻ പറയുകയാണ്, ഞാൻ ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ആ വാക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്രകാരമാണ്, ഈ പുസ്തകത്തിൽ, ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ തനിക്ക് പറയാനുള്ള 2 കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ഈ പേജിലെ ഓരോ വാക്കുകളും വാചകങ്ങളും ആശയങ്ങളും നിങ്ങൾ വായിക്കുമ്പോൾ കേൾവിക്കാരായ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. 2, വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകണം. അതിലെ ആദ്യത്തെ ഒരു കാര്യം മാത്രമാണ് ഇന്നലെയും ഇന്നുമായി പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ഇതായിരുന്നു, യേശു ദൈവപുത്രനായ ക്രിസ്തു. ആ പ്രയോഗം വളരെ പ്രാധാന്യമുള്ളതാണ്. യേശു ദൈവപുത്രൻ ക്രിസ്തു. ഈ 3 അർത്ഥങ്ങളും ആ വാക്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു. മാത്രവുമല്ല, 1-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ വളരെ വേഗത്തിൽ നിങ്ങളുടെ മുമ്പാകെ വരച്ച് കാണിക്കുവാൻ ദൈവം കൃപ ചെയ്തു. 1-ാം അധ്യായത്തിൽ തുടക്കം മുതൽ തന്നെ, ആദിയിൽ തന്നെ, എന്ന് ആദി ഉണ്ടായോ അന്ന് തന്നെ വചനമുണ്ടായിരുന്നു എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ തെളിയിക്കുകയാണ്. മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ സർവ്വജ്ഞാനവും യേശു ക്രിസ്തുവിൻ്റെ സർവ്വവ്യാപകത്വവും യേശു ക്രിസ്തുവിൻ്റെ മഹനീയമായ സാന്നിധ്യവും നിങ്ങളെ കവർന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ അറിയാവുന്ന ആളാണ് എന്ന് നഥനയേലിൻ്റെ മുഖത്ത് നോക്കി പറയുകയും ഫിലിപ്പോസിനോടും നഥനയേലിനോടും നിന്നെയും നിന്റെ തലമുറകളെയും എനിക്കറിയാം എന്നത് വ്യംഗ്യരൂപത്തിൽ പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം 1-ാം അധ്യായത്തിൽ കാണുന്നു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കണ്ടത് കേവലം സെക്കൻഡുകൾ കൊണ്ട്, സെക്കൻഡുകൾ എന്ന് പോലും പറയാൻ പറ്റത്തില്ല, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, സെക്കൻഡുകളുടെ ഏറ്റവും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അതുല്യനായ ഒരു വ്യക്തിവിശേഷം, ഈ ലോകത്തിലെ ഒരാൾക്കും സാധ്യമല്ലാത്ത അത്ഭുതങ്ങൾ സാധ്യമാക്കി തീർത്ത കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് യോഹന്നാൻ തെളിയിക്കുവാനിടയായി. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നിക്കോദിമോസ് എന്ന് പറയുന്ന യഹൂദന്മാരുടെ പ്രമാണി, അദ്ദേഹത്തിന് യേശുവിനെ കാണണമായിരുന്നു, യേശുവിനെ അറിയണമായിരുന്നു. അതുകൊണ്ട് താൻ വരികയാണ്. യേശുവിൻ്റെ അടുത്ത് വന്ന ആ നിക്കോദിമോസ് യേശുവിനെ മനസ്സിലാക്കി തിരിച്ചുപോയി. ജീവന്റെ ദാതാവായ, ജീവന്റെ ഉപോത്ബലകമായ, ജീവന്റെ ഉറവിടമായ യഥാർത്ഥ ജീവദായകനെ കണ്ടുമുട്ടിയ നിക്കോദിമോസിനെ പിന്നെ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അടക്ക ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു എന്നുള്ളത് ചരിത്രമായി അവശേഷിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ ആരും കാണാതെ, ആരും തന്നെ അറിയാതെ, തനിക്ക് പകൽ വെളിച്ചത്തിൽ, നട്ടുച്ച വെളിച്ചത്തിൽ വെള്ളത്തിനു വേണ്ടി വന്ന ആ ശമരിയക്കാരി സ്ത്രീയോട് ജീവന്റെ ജലമായ, സാക്ഷാൽ ജീവന്റെ ജലമായ, ജീവനദിയായ യേശു ക്രിസ്തുവിനെ വരച്ചു കാണിച്ചിട്ട് അവൾ പറയുന്ന ഒരു വാചകമുണ്ട്, സാക്ഷാൽ ഇസ്രയേല്യൻ, സാക്ഷാൽ ക്രിസ്തു, സാക്ഷാൽ മശിഹയെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന്, ഇവൻ ക്രിസ്തു ആയിരിക്കുമോ എന്ന് അവരോട് സാക്ഷ്യം പറയുകയും അവർ പറയുന്നൊരു വാചകമുണ്ട്, നീ പറഞ്ഞതുകൊണ്ടല്ല ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നത്, പ്രത്യുത ആ യേശു തന്നെയാണ് ക്രിസ്തു എന്നുള്ളത് ഞങ്ങൾക്ക് അത്ഭുതങ്ങളിലൂടെ ബോധ്യമായി എന്ന് 4-ാം
4-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നീണ്ട 38 വർഷം രോഗിയായി, ആരും ആശ്രയമില്ലാതെ, ആരാലും സഹായം അർഹതമില്ലാതെ ആ കൊളക്കരയിൽ കിടന്ന സഹായരഹിതനായ മനുഷ്യന്റെ അടുത്തേക്ക് ലോകത്തിന്റെ സഹായകനായ യേശു തമ്പുരാൻ ഇറങ്ങി വന്ന് പറയുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ഇച്ഛിക്കുന്നത് എന്നർത്ഥത്തിൽ ചോദിക്കുകയാണ്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കർത്താവ് ആ മനുഷ്യന്റെ മുമ്പാകെ അവനെ സൗഖ്യമാക്കിയിട്ട് പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ഏത് കഠിന രോഗങ്ങളെയും സൗഖ്യമാക്കാൻ കഴിവുള്ള അജയ്യനായ ദൈവപുത്രനായ ക്രിസ്തുവാണ് ഞാൻ എന്ന് 5-ാം അധ്യായത്തിൽ തെളിയിക്കുന്നത് കാണാൻ കഴിയും. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അതുല്യമായിരിക്കുന്ന ഉദാഹരണം, അതായത് 5 അപ്പം കൊണ്ട് സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 5000 പേരെ പോഷിപ്പിച്ച അതുല്യമായ സംഭവം നമ്മൾ അവിടെ കണ്ടു. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ്, കൂടാര പെരുന്നാൾ എന്ന് പറയുന്ന പെരുന്നാളിൽ യേശു ചെല്ലുകയും ഉത്സവത്തിൻ്റെ ഒടുക്കത്തിനുമായ ആ മഹാദിനത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യം ഇതാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്ന അതുല്യ പ്രഖ്യാപനം നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 7 അധ്യായങ്ങൾ നമ്മൾ സവിസ്തരം ഓർക്കുന്നത് യോഹന്നാൻ പറഞ്ഞ അതേ പ്രസ്താവന. എന്താണ് പ്രസ്താവന? യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ ഒക്കെ പറയാം. പ്രൈസ് ദി ലോർഡ്. പറയാം. ഞാൻ ബ്രദർ കോസ് ഒന്നുമല്ല, പക്ഷേ അല്പം സ്പിരിറ്റ് കൂടിയ ആളാണ്. അപ്പോൾ ധൈര്യമായിട്ട് പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ വചനങ്ങളൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ എനിക്ക് അവിടെ ആനന്ദ നൃത്തം ചെയ്യാൻ തോന്നി. ഏതെന്നറിയാമോ? ജെയ്സൺ ബ്രദറിൻ്റെ ആ പാട്ടിൻ്റെ ഓരോ വരികളും അദ്ദേഹം ആഴ്ന്ന് പാടിയെ കേട്ടപ്പോൾ, അത് മാത്രമല്ല നല്ല സൂപ്പർ വായനയായിരുന്നു കേട്ടോ. എന്താ വായന! സംഗീതം ഒരു അല്പമൊക്കെ അറിവുള്ളതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ആ ഋതമൊക്കെ ഇട്ട് അങ്ങോട്ട് വായിക്കുന്ന, ഓ എന്ത് രസമാണ് കേൾക്കാൻ. നല്ല സുന്ദരമായിട്ട് വായിച്ചു. ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇത് പാടുമ്പോൾ എന്താ പറയുന്നത്, ആ പാട്ട് നമ്മൾ കേട്ടതുപോലെ ആ പാട്ട് കേട്ടു, തെല്ലിര കൊണ്ട് ബഹുജനമുണ്ടു, അല്പം അരി കൊണ്ട് അല്പം അപ്പം കൊണ്ട് ബഹുജനമുണ്ടു. ഇത്ര മഹാനായ ഉത്തമനായ ഒരു ഉത്തമ പുരുഷനെ വേറെ കാണുമോ എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ, ഇല്ലേ ഇല്ല എന്ന് പറയാൻ നമ്മുടെ അന്തരംഗം വെമ്പും. ആമേൻ, സ്തോത്രം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് വരാം. വളരെ വേഗത്തിൽ ഞാൻ പോവുകയാണ്, എവിടെ വരെ ചെല്ലും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരു കാര്യമാണ്. യേശുവിൻ്റെ കൂടെ ഇന്നുള്ളതുപോലെ തന്നെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഇന്നുള്ളതുപോലെ എന്ന് ഞാൻ പറയാൻ കാരണം, ഇന്നും പ്രസംഗത്തിന് മാർക്കിടാൻ വരുന്നവർ ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. യേശുവിൻ്റെ വായിൽ നിന്ന് വല്ലതും വീഴുന്നുണ്ടോ എന്ന് നോക്കാൻ വരുന്നവരുണ്ട്. എന്തെങ്കിലും ഒരു അടയാളം ചെയ്ത് കാണാൻ, അത്ഭുതം കാണാൻ ആഗ്രഹിക്കുന്നവർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. മാത്രമല്ല, യേശു വല്ല പെശക് വല്ലവും പറയുന്നുണ്ടോ, ആ പറയുന്ന പെശകിനെ മാത്രം നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. നല്ലത് പറഞ്ഞത് ഒന്നും ഓർക്കില്ല, പെശക് മാത്രം ഓർക്കുന്ന ആളുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അതുകൊണ്ട് 8-ാം അധ്യായത്തിൽ ഒരു പാപിനിയായ സ്ത്രീയെ അവരുടെ നടുവിലേക്ക് പരീശന്മാർ പിടിച്ചുകൊണ്ടുവരികയാണ്, ശാസ്ത്രിമാർ പിടിച്ചുകൊണ്ടുവരികയാണ്. സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായ ആളുകളാണ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അവർ ആ സ്ത്രീയെ കൊണ്ടുവന്ന് യേശുവിൻ്റെ നടുവിൽ നിർത്തിയിരിക്കുകയാണ്. യേശുവിനോട് ചോദിക്കുന്ന ഒരു സുപ്രധാനമായ ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ന്യായപ്രമാണം പറയുന്നു, ഈ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം. നീ എന്താണ് പറയുന്നത്? നിന്റെ അഭിപ്രായം എന്താണ്? പണ്ടൊരു അഡ്വക്കേറ്റ് കോടതിയിൽ വാദിക്കുകയാണ്. അഡ്വക്കേറ്റ് ആകുമ്പോൾ വളരെ മിടുക്കനാണ്, അദ്ദേഹത്തെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം മറ്റൊരു അഡ്വക്കേറ്റാണ് ചോദ്യം ചോദിക്കുന്നത്. ഈ സീനിയറായ അഡ്വക്കേറ്റ് കൂട്ടിനകത്ത് നിൽക്കുകയാണ്, ജൂനിയറായ അഡ്വക്കേറ്റ് വെളിയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ മിടുക്കനായ അഡ്വക്കേറ്റിനെ തോൽപ്പിക്കാൻ ഈ ജൂനിയറായ അഡ്വക്കേറ്റ് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം വളരെ രസകരമാണ്. ചോദ്യം ഇതാണ്: താങ്കൾ ഇപ്പോഴും താങ്കളുടെ ഭാര്യയെ മർദ്ദിക്കുന്നുണ്ടോ? ചോദ്യം രസകരമാണ്, ശ്രദ്ധിക്കണം. താങ്കൾ ഇപ്പോഴും താങ്കളുടെ ഭാര്യയെ മർദ്ദിക്കുന്നുണ്ടോ?
ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ഇല്ല എന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ മർദ്ദിക്കുന്നുണ്ടെന്ന് വരും, ഇപ്പോൾ ഉണ്ടെന്ന് പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ ആ അഡ്വക്കേറ്റ് നിന്നതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതേ അവസ്ഥയിൽ അല്ല നിന്നത്. കാരണം തനിക്ക് വ്യക്തമായ ഉത്തരവുണ്ടായിരുന്നു. ഇതുവരെ ന്യായപ്രമാണം കണ്ടതിൽ നിന്ന്, ഇതുവരെ ന്യായപ്രമാണം അനുഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായത്തിന് വേണ്ടി ജനം കാതോർക്കുകയാണ്. ഇവിടെയാണ് ദൈവപുത്രനായ ക്രിസ്തു, യേശു ക്രിസ്തു എന്ന് ഉച്ചൈസ്വരം പറയുന്നതിന് കാരണം അവർ പ്രതീക്ഷിച്ച ഉത്തരം എന്താണെന്ന് അറിയാമോ? ഈ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞാൽ യേശുവിനെ പിടിക്കാണ്ടിരിക്കുകയാണ്. കല്ലെറിഞ്ഞു കൊല്ലണ്ട എന്ന് പറഞ്ഞാൽ യേശുവിനെ അവർ പിടിക്കും. അതിന് നടുവിൽ യേശു മൗനമായി നിലത്തിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. എന്താ എഴുതിയത്? കർത്താവ് ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്, കർത്താവ് എഴുതിയത് മണലിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ കർത്താവിനെ കുറിച്ച് എഴുതുന്നത് പുസ്തകങ്ങൾ ഒതുങ്ങുന്നില്ല. സ്തോത്രം. കർത്താവ് മണലിൽ എഴുതിയതേ ഉള്ളൂ, അതെന്താണെന്ന് പോലും ആർക്കും അറിയില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രായനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾക്ക് ലോകത്തിൽ അവസാനമില്ല. അവിടെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട്, ഇടയ്ക്കൊക്കെ ഒന്ന് പോകണം. ഇടയ്ക്ക് പോകരുത്, പ്രസംഗം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇടയ്ക്കൊന്ന് ചെന്ന് നോക്കണം. അവിടെയും നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ആ പുസ്തകങ്ങളൊക്കെ പറയുന്നത് നസ്രായനായ യേശുവിനെ കുറിച്ച് മാത്രമാണ്. നിലത്തിരുന്ന് യേശു എഴുതാനായിട്ട് തുടങ്ങി. എഴുതാൻ തുടങ്ങിയത് എന്താണെന്ന് അനേക ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഇരമ്യാവിലൊരു വചനമുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ പേരുകൾ മണ്ണിൽ എഴുതി വെക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇല്ലാത്ത കാര്യത്തിൽ നമ്മൾ കൂടുതൽ വ്യാഖ്യാനിക്കാൻ വളരെ മിടുക്കരാണല്ലോ. ആ വെളിപ്പെടുത്തി കിട്ടിയ കാര്യങ്ങൾക്ക് നമുക്ക് വിഷമമില്ല. എന്നാൽ വെളിപ്പെടുത്താതിരിക്കുന്ന കാര്യങ്ങൾക്കാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. കയ്യിൻ്റെ ഭാര്യ ആരാണ്? അതാണ് നമുക്ക് രണ്ട്. സ്വന്തം ഭാര്യയെക്കുറിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ല, കയ്യിൻ്റെ ഭാര്യയെക്കുറിച്ച് അറിഞ്ഞാൽ മതി. വേദപുസ്തകത്തിൽ യേശുക്രിസ്തു 13-ാമത്തെ വയസ്സ് മുതൽ ഇത്രാമത്തെ വയസ്സ് വരെ എവിടായിരുന്നു, 30-ാം വയസ്സ് വരെ എവിടായിരുന്നു, എവിടെ ആയിരുന്നെന്നുള്ളതാ പ്രശ്നം. ഈ 13 വയസ്സ് വരെ യേശുക്രിസ്തു ഉണ്ടായിരുന്നോ? ആ 30-ാമത്തെ വയസ്സ് മുതൽ 33-ര വയസ്സ് വരെ ചെയ്ത ശുശ്രൂഷയെക്കുറിച്ചോ ഇവിടുത്തെ അമിത കൃത്രിമവാദികൾ പറയാറില്ല. യേശുവിനെ കുറിച്ച് പരാമർശിക്കാത്ത സമയങ്ങളാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതാണ് ലോകത്തിന്റെ ചരിത്രം, അതാണ് ലോകത്തിന്റെ ഗതിവിഗതികൾ. എന്നാൽ ഇവിടെ ഒരു വലിയ വ്യത്യാസം വരികയാണ്. യേശു നിലത്ത് ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് എഴുതിയതെന്ന് അറിയില്ല, പക്ഷേ നമ്മളവിടെ വായിക്കുന്നത് മൂത്തവൻ മുതൽ ഇളയവൻ വരെ മനസാക്ഷിയുടെ ആക്ഷേപ ഹേതുവായി ഓരോരുത്തൻ പോയി തുടങ്ങി. എന്താണ് അത് പോകാനുള്ള കാരണം? കർത്താവ് അവിടെ പുതിയൊരു നിയമം അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇതുവരെയും ന്യായപ്രമാണത്തിൽ ഇല്ലാതിരുന്ന പുതിയൊരു നിയമം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, കർത്താവ് പറഞ്ഞൊരു വാചകത്തിൽ അതുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ഒരാൾക്ക് പോലും അത് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ പാപത്തിന് അവരും ഓഹരിക്കാരാണ്. കർത്താവ് പറയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവനെ ആദ്യം കല്ലെറിയട്ടെ. എന്താണ് യേശുക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് 8-ാം അധ്യായത്തിൽ തെളിയിക്കുന്നത്? കർത്താവ് പറയാണ്, പാപമില്ലാത്തവനായി ഈ ലോകത്തിൽ അവതരിച്ച ഒരേ ഒരു പുണ്യപുരുഷനേ ഉള്ളൂ, അത് ഞാനാണ് എന്ന് മൗനമായി അവിടെ വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്, അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ക്ലബ് ഹൗസിലെ ചർച്ചകൾ വളരെ സജീവമാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരല്പം സജീവമായിട്ടുള്ള ആളാണ്. ഇപ്പോൾ ക്ലബ് ഹൗസിലൊരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തു. ഞാൻ ഈ ചർച്ചയിലൊന്നും കൂടുതലായിട്ട് പങ്കെടുക്കാറില്ല, മീൻസ് അതിൻ്റെ പാർട്ടിസിപ്പൻ്റായിട്ട് ഇരിക്കാറല്ലാതെ അവർ പറയുന്ന ചർച്ചകളിലും മറുപടി ഒന്നും പറയാറില്ല. അപ്പോൾ ചർച്ചകൾ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഒരു ചർച്ചയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ കേട്ടത്, ഞാൻ ഏറ്റവും താഴെയുള്ള ഒരു പാർട്ടിസിപ്പൻ്റായിട്ടിരിക്കുകയാണ്. ആ മോഡറേറ്റർ ചോദിച്ചു, നിങ്ങളുടെ ദൈവത്തിൻ്റെ, നിങ്ങൾ പറയുന്ന ഏറ്റവും മഹിമയുള്ള ഏതൊരു വ്യക്തിയുടെയും ഒരു 10 ക്വാളിറ്റി ഒന്ന് പറയാമോ? 10 ക്വാളിറ്റി. ഉടനെ കേൾവിക്കാരിൽ ഒരാൾ, ഞാൻ പറയാവുന്നേ 10
എത്ര വേണേ ഞാൻ പറയാം. എന്നിട്ട് കുറേ കാര്യങ്ങൾ വന്നു. ഒന്നാമത് പറഞ്ഞു ഈ കാര്യം, രണ്ടാമത് പറഞ്ഞു ഈ കാര്യം. ഞാനത് പറയുന്നില്ല, കാരണമുണ്ട്, അത് നിങ്ങൾക്ക് അറിയാം, അത് വ്യക്തമായിട്ട് അറിയാം. ഈ കാരണമുണ്ട്, ഈ കാരണം, 3 കാരണം പറഞ്ഞു. എന്നിട്ട് വീണ്ടും താൻ തിരികെ ആ ഒന്നാമത്തെ കാരണത്തിലേക്ക് പോന്നു. അപ്പോൾ എത്രയായി? പറഞ്ഞത് 3, വീണ്ടും ഒന്നാമത്തെ കാരണം, അതിൽ 6 കാരണമായി. മോഡറേറ്റർ പറഞ്ഞു താങ്കൾ പറഞ്ഞ 3 കാരണം തന്നെയാണ് വീണ്ടും പറഞ്ഞത്, അത് 6ആയിട്ട് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് താങ്കൾ പറഞ്ഞത് 3ആയിട്ടേ ഉള്ളൂ, വേറെ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് നിങ്ങളുടെ ആളിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ഒരു യുവാവ്, അദ്ദേഹത്തിന് 20ഓ 22ഓ വയസ്സേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ അരുമനാഥൻ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഞങ്ങളുടെ പുണ്യാത്മാവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നല്ല പറയാൻ പറ്റുന്നത്, ഞങ്ങൾക്ക് 1000 നാവുകൾ കൊണ്ടത് പറയാൻ പറ്റും. പാട്ടെഴുതുകാരൻ പാടിയത്, സിന്ധു സമാനമായ ദൈവ സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. ഒരു ചിന്തകൻ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്, സമുദ്രം മുഴുവനും മഷിയായും ഈ ഭൂമിയിലുള്ള സകല വൃക്ഷങ്ങളും പേനയായി ഉപയോഗിച്ചാലും ആകാശത്തെ പേപ്പറായി ഉപയോഗിച്ചാൽ പോലും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെയും യേശുക്രിസ്തുവിന്റെ മഹിമയെയും വർണ്ണിച്ചു തീർക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ! നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠത അത്രയ്ക്കുന്നതമാണ്. ഇവിടെ യേശു മൗനമായി അവരോട് പറയാണ്, പാപമില്ലാത്തവൻ അവനെ ആദ്യം കല്ലെറിയട്ടെ. പാപമില്ലാത്തവനായി ഒരാളെ ഈ ലോകത്തിലുള്ളൂ. പാപമില്ലാത്തവനായിട്ട് ജനിച്ച ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് നിസ്തുല്യമായ ഒരു കാര്യം പറയുകയാണ്. അതുമാത്രവുമല്ല, അവളോട് കർത്താവ് പറയാണ്, അതിൻ്റെ ആ വാക്യം ഒന്ന് വായിക്കണേ. ആ വാക്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 10ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 8ാം അധ്യായം 10ാം വാക്യം. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. അവിടുത്തെ ഒരു പ്രസ്താവന എന്താണെന്നറിയാമോ? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. എന്താ കർത്താവ് ശിക്ഷ വിധിക്കാതിരുന്നേ? കർത്താവ് ശിക്ഷ വിധിക്കാതിരുന്നതിൻ്റെ കാരണം, കുറേ മണിക്കൂറുകൾ കഴിയുമ്പോൾ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീരാൻ പോകുന്ന ദൈവ കുഞ്ഞാടാണ് നിന്റെ മുമ്പിൽ നിന്ന് പറയുന്നത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ശിക്ഷ വിധിക്കാൻ അധികാരമുള്ള, അവകാശമുള്ള ആ വ്യക്തിവിശേഷം ഉച്ചത്തിൽ പറയുകയാണ്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, നീ സമാധാനത്തോടെ പോക, ഇനി പാപം ചെയ്യരുത്. കുറെ മണിക്കൂറുകൾ കഴിയുമ്പോൾ, ദിവസങ്ങൾ കഴിയുമ്പോൾ, ഇതാ കാൽവരി ക്രൂശിൽ യാഗമായി തീരാൻ പോകുന്ന പുണ്യപുരുഷനായ യേശുക്രിസ്തു പറയാണ്, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയൂടെയാണ് ഞാൻ യാഗമായി അർപ്പിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് യേശുക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് യോഹന്നാൻ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ അർത്ഥം. പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, പാപങ്ങൾക്ക് സർവനാശം വരുത്തുവാൻ അധികാരമുള്ള ഒരേ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് എന്ന് പറയുകയാണ്. അതിനുശേഷം 12ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് പറയാണ്, ഇതാ ലോകത്തിന്റെ വെളിച്ചം ഞാനാണ്, ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന അതുല്യനായ വെളിച്ചം ഞാനാണ് എന്ന് പറഞ്ഞ് യേശുക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് 8ാം അധ്യായത്തിൽ അരക്കിട്ട് ഉറപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് 9ാം അധ്യായത്തിലേക്ക് വരാം. 9ാം അധ്യായം വളരെ ലളിതമായ പുസ്തകമാണ്, വളരെ ലളിതമായ ഒരു അധ്യായമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ യൂത്ത് ക്യാമ്പുകൾക്കും ബാലസംഘത്തിൻ്റെ ക്യാമ്പുകൾക്കും ഒക്കെ ലീഡേഴ്സായിട്ട് പോകുമ്പോൾ അവിടെ ഈ കുഞ്ഞുങ്ങളുടെ കഥാ മത്സരത്തിന് മാർക്കിടുന്ന ഒരു പരിപാടിയുണ്ട്. നല്ല രസകരമായ പരിപാടിയാണ്. എന്താണെന്ന് വെച്ചാൽ ധാരാളം കഥകൾ കേൾക്കാം, ഭാവനാത്മകമായ കഥകൾ കേൾക്കാം. അങ്ങനെ മാർക്കിടുന്ന സമയത്ത് ഒരു കുട്ടി പറഞ്ഞ രസകരമായ കഥ ഈ യോഹന്നാന്റെ സുവിശേഷം 9ാം അധ്യായത്തോടുള്ള ബന്ധത്തിലുണ്ട്. അവിടെ പിറവിയിലേ കുരുടനായ ഒരു മകനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഭാവനയിൽ ഇങ്ങനെ പറയുകയാണ്, അവൻ്റെ അപ്പനുണ്ട്, അമ്മയുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും അപ്പനെയും അമ്മയെയും കാണാത്ത ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ ബാലികാ ബാലന്മാരെ.
എന്ന് പറഞ്ഞപ്പോൾ ഞാനും അപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങി, ശരിയാണല്ലോ, ഈ കുഞ്ഞ് ജനിച്ചിട്ട് ഇത്രയും നാള് വലുതായി, പക്ഷേ അപ്പനാരാണ് അമ്മയാരാണെന്ന് അറിയാമെങ്കിലും ആ അപ്പനെ അമ്മയും കണ്ണുകൾ കൊണ്ട് കാണാത്ത പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അവൻ യൗവനക്കാരനായി മാറി എന്നുള്ളത് ആ അധ്യായം വായിച്ചാൽ കാണാൻ കഴിയും. സൗഖ്യം ലഭിച്ചു കഴിഞ്ഞ ഉടനെ അവൻ്റെ മാതാപിതാക്കൾ പള്ളിഭ്രഷ്ടരാക്കുമെന്ന് പേടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മാതാപിതാക്കളോട് ചോദിക്കുന്നുണ്ട് അവനെ സൗഖ്യമാക്കിയത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മാതാപിതാക്കൾ രക്ഷപ്പെടാൻ പറയുന്ന ഒരു വാചകമുണ്ട്, അവന് പ്രായമുണ്ടല്ലോ അവനോട് ചോദിക്ക്. അപ്പോൾ അർത്ഥം അവന് പ്രായമുള്ള ആളാണ്, മനസ്സിലാകുന്ന കാര്യമാണ്, അതുകൊണ്ട് അവനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ രക്ഷപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഒരു യൗവന പ്രായത്തിലേക്ക് എങ്കിലും എത്തിയിരിക്കുന്ന ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം ദീർഘമായ നാളുകൾ തൻ്റെ കണ്ണിന് കാഴ്ചയില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ യേശുവിൻ്റെ അരികിലേക്ക് ആ ചെറുപ്പക്കാരൻ വരികയാണ്. അർത്ഥാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു അവൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് തെളിയിക്കുന്നത് ആ സംഭവത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ ഉടനെ അവർ ചോദിക്കുന്നുണ്ട്, ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലയോ ഗുരുവേ, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ഇവനാണോ കാരണം, അതോ ഇവൻ്റെ മാതാപിതാക്കളാണോ കാരണം? ഇന്നത്തെ സമൂഹത്തിൽ അനേക വ്യത്യസ്തരായ കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് മെൻ്റലി ചലഞ്ചഡായ കുഞ്ഞുങ്ങളാണ്, കണ്ണ് കാണാത്ത കുഞ്ഞുങ്ങളാണ്, കാലില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകാം, കൈകളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകാം. നിങ്ങളും അങ്ങനെയുള്ളവരെ കാണുന്നുണ്ട്, ഒരുപക്ഷെ കാണുന്നുണ്ടാകാം. ഓട്ടോമാറ്റിക്കലി ശിഷ്യന്മാർക്കുള്ളതുപോലെ നമ്മുടെ മനസ്സിലൊരു ചിന്ത, നോക്കണേ, അവൻ്റെ അപ്പനും അമ്മയും എന്തെല്ലാം ചെയ്തിട്ടാണ് ഈ പാവം പിടിച്ച കുഞ്ഞിന് ഈ ഗതി വന്നത്. എന്നാൽ കർത്താവോടെ കൃത്യമായി പറയുകയാണ്. കർത്താവോടെ പറയുന്ന വാചകം എനിക്ക് പറയാൻ അറിയാമെങ്കിലും വായിച്ച് കേൾക്കുന്ന എനിക്ക് ഒരല്പം റെസ്റ്റ് കിട്ടുമല്ലോ, അതുകൊണ്ടൊന്ന് വായിച്ച് കേൾക്കാം. മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ച് അവിടെ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവങ്കൽ അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. അവിടെ നിർത്താം, നമുക്ക് നിർത്തി വായിക്കാം. അവനെങ്കിലും അവൻ്റെ അമ്മയപ്പാരെങ്കിലും പാപം ചെയ്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞത് വളരെ വൈറലായി തീർന്നു. അദ്ദേഹത്തെ കൊണ്ട് ക്ഷമാപണം നടത്തിയ ചരിത്രമൊക്കെ നിങ്ങൾ വായിച്ച് കാണുമായിരിക്കും. ഈ ഡിഫറെൻ്റ് ഏബിൾഡായുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് മാതാപിതാക്കളുടെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞ് അച്ഛനെ മുട്ടുകുത്തിച്ച മാതാപിതാക്കളെ നിങ്ങൾക്കറിയാം. എന്നാൽ ഇവിടെ വായിക്കുകയാണ്, ചിലർ വൈകല്യത്തിൽ പിറക്കുമ്പോൾ നിങ്ങൾ അതിനെ ഓർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട, വേദനപ്പെടുകയൊന്നും വേണ്ട, പ്രയാസപ്പെടുകയൊന്നും വേണ്ട. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റായ ഒരാളിനെ നിങ്ങളുടെ കയ്യിൽ നൽകിയിരിക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഈ ലോകത്തിൽ ഈ കുഞ്ഞ് പിറക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം നോക്കി ഈ കുഞ്ഞിനെ ആരുടെ കയ്യിൽ കൊടുക്കും, ഏതൊരാളുടെ കയ്യിൽ കൊടുക്കുമെന്ന് ദൈവം തമ്പുരാൻ നോക്കിയപ്പോൾ നിങ്ങൾ എല്ലാവർക്കും വിശ്വസ്തരായിട്ട് ദൈവം കണ്ടില്ല, കുറേ പേരെ ദൈവം വിശ്വസ്തരായിട്ട് കണ്ടു. അങ്ങനെ ഉള്ളവർക്കാണ് ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചത്. ദൈവം എന്നെ വിശ്വസ്തനായിട്ട് കണക്കാക്കി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വൈകല്യങ്ങളുള്ള മക്കളുണ്ടാകാം, സങ്കടങ്ങളുള്ള പ്രയാസമുള്ള ആളുകളുണ്ടാകാം. അത് ശാപത്തിന്റെ കാര്യമല്ല. ഒരു പുതിയ തിയറി, ഒരു പുതിയ ദൈവശാസ്ത്രം കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുകയാണ്. എന്താ പറയുന്ന അറിയാമോ? അടുത്ത വാചകം പറയും. എന്താണ് വായിക്കുന്നത്? ഇവനോ ഇവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തത് കൊണ്ടല്ല. അടുത്ത പദം, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ആ പ്രയോഗം ശ്രദ്ധിക്കണം. ദൈവപ്രവൃത്തി വെളിവാകണമെങ്കിൽ ആര് പ്രവർത്തിക്കണം? ദൈവം പ്രവർത്തിക്കണം. ദൈവപ്രവൃത്തി വെളിവാകണമെങ്കിൽ ദൈവം പ്രവർത്തിക്കണം. അവിടെ സാക്ഷാൽ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. അവരുടെ നടുവിലുണ്ട് ആ ദൈവം ഇറങ്ങി വന്നിട്ട് അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ആരും ആ കുഞ്ഞിനെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിനാണ്. എന്താണ് ദൈവപ്രവൃത്തി? നാം അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, യേശു ക്രിസ്തു തുപ്പി, നിലത്ത് തുപ്പി. ചില ആളുകൾ പറയും യേശു മുഖത്ത് തുപ്പി. വായിക്കാതെ മണ്ടന്മാർ പറയുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലേ. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി ആക്റ്റീവ് ആയതുകൊണ്ട് ഈ യഹോവ ദൈവത്തിൻ്റെ കൃപകളെയും കരുണകളെയും ഒക്കെ
ഈ തെറ്റിക്കുന്ന ഒരുപാട് വീഡിയോസ് എനിക്ക് ചെറുപ്പക്കാർ അയച്ചു തരും. എന്നിട്ട് റെജിയങ്കളെ ഇതിനൊരു മറുപടി ഞങ്ങൾക്ക് തരണം, ഇതിനെന്താണ് ബൈബിളിലെ മറുപടി തരണം. അങ്ങനെ ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടത് ഇങ്ങനെ അയച്ചു തരും. കുറേ ചാനലുകാർ അതിനുവേണ്ടി മാത്രം കച്ച കെട്ടിയിരിക്കുക, ബൈബിൾ യഥാർത്ഥമായി വായിക്കത്ത് പോലുമില്ല. അങ്ങനെയുള്ള തിരുമണ്ടന്മാർ, അവർ വലിയ മിടുക്കന്മാരാന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരുപാട് മണ്ടന്മാരുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു പ്രസ്താവനയാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ബൈബിളിൽ മുഴുവൻ മണ്ടത്തരങ്ങളാ, നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം എന്നാണെന്നറിയാമോ? 4-ാമത്തെ ദിവസമാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നിർമ്മിച്ചത്. അതുകൊണ്ട് അതിനു മുമ്പ് സന്ധ്യയും ഉഷസ്സുമായി 1-ാം ദിവസം എന്ന് പറയുന്നത് ആന മണ്ടത്തരമാണല്ലോ. ഈ മണ്ടത്തരം വിശ്വസിക്കുന്ന നിങ്ങളെ പോലെയുള്ള ആളുകളെ എന്ത് ചെയ്യണമെന്ന് ഒന്ന് ചോദിക്കുന്ന ഒരു പടുകളവന്റെ വീഡിയോ ഞാൻ കണ്ടു. ഞാൻ അതേ നാണയത്തിൽ ആ പടുകളവനെ വിളിച്ച് അതേ നാണയത്തിൽ തിരിച്ച് മറുപടി പറഞ്ഞു. ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനുള്ള ഉത്തരം നിങ്ങളോട് വേഗത്തിലൊന്ന് പറയട്ടെ. ആദ്യത്തെ ദിവസം തന്നെ ദൈവം ഉണ്ടാക്കിയത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു എന്ന് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കൃത്യമായി കിടന്നിട്ട് പോലും, ദൈവത്തിന്റെ വചനം മലർക്കെ കിടന്നിട്ട് പോലും അത് വായിക്കാനായിട്ട് മനസ്സ് കാണിക്കാത്ത അബദ്ധ ജഡിലന്മാരുടെ ലോകത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഞാൻ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിളിൽ തെറ്റ് കണ്ടുപിടിക്കുവാൻ ഇതുവരെയും ഒരാൾക്കും സാധ്യമായി തീർന്നിട്ടില്ല. ലോകത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് അനേക പ്രത്യയ ശാസ്ത്രങ്ങളും ഇസങ്ങളും മതഗ്രന്ഥങ്ങളും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോയപ്പോൾ പരാജയപ്പെടാതെ ഇന്നും വിജയപീഠത്തിന്മേൽ നിന്ന് വിജയക്കൊടി പാറിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിളാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ദൈവ പ്രവൃത്തി അവിടെ വെളിവാകുകയാണ്. സാക്ഷാൽ ദൈവം അവിടെ ഇറങ്ങി വരികയാണ്. എന്താ സംഭവിച്ചെന്നറിയാമോ? യേശു നിലത്ത് തുപ്പി, എന്നിട്ട് ചേറുണ്ടാക്കി. ആ ചേറ് ആ മനുഷ്യന്റെ കണ്ണിലേക്ക് പകരുകയാണ്. എന്താണ് അവിടുത്തെ അർത്ഥം? എന്താണ് ദൈവപ്രവൃത്തി? അവിടെ ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവപ്രവൃത്തി എന്താണ്. അതുകൊണ്ടൊന്ന് വായിക്കാം. ഉൽപ്പത്തി 2:7 ലിങ്ക് ചെയ്ത് വായിച്ചു പോകാം. ഉൽപ്പത്തി 2:7 നമ്മൾ വായിക്കുന്നു, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്. ശ്രദ്ധിക്കണമേ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? നിലത്തെ പൂഴി കൊണ്ട്. അവിടെ ദൈവം വെള്ളം ഒഴിച്ചോ? 2:7 അങ്ങനെ ഉണ്ടോ? അതും ഒരു മണ്ടൻ പറഞ്ഞിട്ടുണ്ട്. യേശു ദൈവം തമ്പുരാൻ മനുഷ്യനെ ഉണ്ടാക്കി എന്നാ പറഞ്ഞ്. വെള്ളമില്ലാത്ത സമയത്ത് എവിടുന്ന് വെള്ളം കിട്ടി? മണ്ടന്മാരുടെ ലണ്ടനിലെന്ന് പറയുന്നത്, ലണ്ടനിലൊന്നുമല്ല, ഇവിടെ കേരളത്തിലാണ് ഇപ്പം കൂടുതൽ മണ്ടന്മാർ. ഇവന്മാർ പടച്ചു വിടുന്ന വീഡിയോ കണ്ടാൽ ചിരിക്കാൻ തോന്നും, സഹതാപം തോന്നും. അവിടെ 7-ാം വാക്യത്തിൽ ദൈവം തമ്പുരാൻ മണ്ണ് കുഴച്ചു എന്നൊന്നും പറയുന്നില്ല. ഉണ്ടോ? എൻ്റെ ബൈബിളിലില്ല. അവിടെ ഉണ്ടോ? വായിച്ചേ, 7-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് ശ്രദ്ധിക്കണം, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. ഞാനതിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. നിലത്തെ പൂഴി. പല സ്ഥലത്തും പല വാക്കുകളാണ് ഈ പൊടി എന്ന വാക്ക്. കണ്ണൂർ ഭാഗത്ത് ഈ പൊടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല. അവിടെ പൂഴി എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പൂഴി എന്ന് പറയുന്നതാണ് ഈ മണ്ണിനെന്ന് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പൂഴിന്നാണോ പൊടിയെന്നാണോ? പൊടി. ആ പൊടി കുറച്ചുകൂടെ ഞങ്ങളുടെ നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് പൊടി എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് മണ്ണുകൊണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാണ്. ആ നിലത്തെ മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ഇനി ഇവിടെ ഒരു അതിശയം ഞാൻ പറയാൻ പോവാ, ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവത്തിൻ്റെ സൃഷ്ടി നടന്നത്, ദൈവം സൃഷ്ടിച്ചത്, മനുഷ്യനെ ഉണ്ടാക്കി വെച്ചത് എങ്ങനെയാണെന്നറിയാമോ? പൊടി കൊണ്ട്. പറഞ്ഞാട്ടെ, എങ്ങനെ? പൊടി കൊണ്ട്. ഈ പൊടിക്കകത്ത് എങ്ങനെയാണ് ശ്വാസം നിൽക്കുക? പറ, വായിച്ചോ ബ്രദറെ, ആ വാക്യം ഫുള്ള് വായിച്ചോ. 7-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. ശ്രദ്ധിക്കണേ പദപ്രയോഗം. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി എന്നറിയില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു രൂപം ഉണ്ടാക്കി. കാരണം മൂക്കിൽ ജീവശ്വാസം ഊതണമെങ്കിൽ എന്ത് വേണം? മൂക്ക് വേണം. പൊടിക്കകത്ത് പൊടി കൊണ്ട്
ഒരു രൂപം ഉണ്ടാക്കിയിട്ട് മൂക്കിൽ ജീവശ്വാസം നിന്നു. അതാണ് ഈ കാണുന്ന ഇവിടെ ഇരിക്കുന്ന എൻ്റെ പുറകിലിരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാം മൂക്കിൽ ജീവശ്വാസമുള്ള ബിരുദന്മാരും ബിരുദികളുമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കി, എങ്ങനെയാപ്പാ നിൽക്കുന്ന ഈ മൂക്കിനകത്ത് ശ്വാസം? കിടന്നുറങ്ങിക്കഴിയുമ്പോൾ വായും തുറന്ന് കിടന്നുറങ്ങുന്നു, വായി കൂടെ ശ്വാസം വിടുന്നു. എപ്പോൾ വേണമെങ്കിലും ഈ മൂക്കിൽ നിന്ന് വായിൽ നിന്ന് ശ്വാസം പോകാം. എന്നാൽ മുമ്പേ മുഖവര പറഞ്ഞ ബ്രദർ പറഞ്ഞതുപോലെ നമ്മളെ ഒരു ദിവസം കൂടെ ശേഷിപ്പിച്ചിരിക്കുകയാണ്. ഇത് വലിയൊരു അത്ഭുതമാണ്. ഈ മണ്ണിനകത്ത് ജീവൻ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ദൈവ പ്രവൃത്തിയാണ്. സ്തോത്രം. ആ ദൈവ പ്രവൃത്തി നമ്മൾ എത്ര ചിന്തിച്ചാലും മതിയാകാതെ വണ്ണം വലിപ്പമാണ്. അതേ സെയിം ദൈവ പ്രവൃത്തി യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ സംഭവിക്കുകയാണ്. അവിടെ അല്പം വ്യത്യാസം മാത്രം. ഉൽപ്പത്തി 2:7 കുഴച്ചില്ല. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ തുപ്പിയിട്ട് ചേറുണ്ടാക്കിയിട്ട് ആ ചേറ് അവന്റെ കണ്ണിലേക്ക് പകരുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു പുതിയ സൃഷ്ടിപ്പ് നടക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഒരു പുതിയ സൃഷ്ടിപ്പ് നടക്കുകയായിരുന്നു. കാരണം അവന്റെ കണ്ണു തുറന്നു എന്ന് ഏകദേശം 4-ലധികം പ്രാവശ്യം ആ 9-ാം അധ്യായത്തിലുണ്ട്. അവന്റെ കണ്ണു തുറന്നു എന്ന് പറഞ്ഞാൽ അവന് ഒരു പുതിയ കണ്ണ് കർത്താവ് പ്രദാനം ചെയ്യുന്ന അതേ അർത്ഥത്തിൽ അതേ സൃഷ്ടിപ്പ് ചെയ്ത വലിയ ഒരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് അറിയാമോ? ഉൽപ്പത്തിയിൽ നടന്ന അതേ സൃഷ്ടിപ്പിന്റെ മറ്റൊരു രൂപം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നടക്കുന്നത് കൊണ്ട് പറയാണ്, ഇതാ ദൈവ പ്രവൃത്തി അവങ്കൽ വെളിപ്പെടണം. സാക്ഷാൽ ദൈവമായിരുന്നവൻ ഇറങ്ങി വന്നിട്ട് ആ കുരുടനെ സൗഖ്യമാക്കിയ കർത്താവിന്റെ കരം ഇന്നും കുറുതായി പോയിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവ പ്രവൃത്തി എന്ന് പറയുന്നത്. ഈ ദൈവ പ്രവൃത്തി ചെയ്ത ആള് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും വിരോധാഭാസമുണ്ടോ? യോഹന്നാൻ തെളിയിക്കുകയാണ് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഇതാ ഇവിടെ ഒരു ദൈവ പ്രവൃത്തി വെളിവായി. ഇനിയും അവനോട് യുവാവോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിന്നെ സൗഖ്യപ്പെടുത്തിയതെന്ന് ചോദിക്കുമ്പോൾ യേശു എന്ന് പേരുള്ള ഒരു പുരുഷൻ, അദ്ദേഹത്തിന് അത്ര അറിയത്തുള്ളായിരുന്നു. പിന്നീട് പറയാണ് അവനൊരു പ്രവാചകൻ. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 8-ാം അധ്യായത്തിൽ പറയാണ് അവനൊരു പ്രവാചകൻ. പിന്നീട് പറയുകയാണ് ഒരു പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമായി തെളിയിക്കുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? ഇതാ 2-ാം അധ്യായം ഉൽപ്പത്തി 2:7 പറഞ്ഞ അതേ സൃഷ്ടിപ്പ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നടക്കുകയാണ്. ദൈവ പ്രവൃത്തി എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ യഥാർത്ഥ ഒരു പ്രവൃത്തി അവിടെ നടക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾക്ക് ശാരീരികമായ പല വൈകല്യങ്ങൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, സങ്കടങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങൾക്ക് സങ്കടങ്ങൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം. എന്നാൽ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുന്നത്, നിങ്ങളുടെ ശാരീരിക വൈകല്യങ്ങളിലായിരിക്കുന്നത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ് എന്നുള്ള സത്യം നിങ്ങൾ മറക്കരുത്. ദൈവത്തിന്റെ പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചത് എന്നുള്ളത് ഒരിക്കൽ പോലും നിങ്ങൾ തിരസ്കരിക്കാനായിട്ട് പാടില്ല. അതിലൂടെ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അതെപ്പോൾ മനസ്സിലാകും? ഇപ്പൊ മനസ്സിലാകത്തില്ല. അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചെറിയാൻ സാർ അതിനെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, വ്യക്തമായി യുക്തമായി കൃപയൻ കരുതലറിയും നാം അനാധിനാഥനേശുവൻ ധനം. ആ വരികൾ ഇങ്ങനെയാണ് പറയുന്നത്: ഇന്നുള്ള ശോധന നൽകുന്ന വേദന വിഷമമുള്ളതാണ്, അത് വിലയുണ്ട് അതിനെ പൊന്നിലും. പ്രിയമുള്ളവരെ, നമ്മുടെ വേദനകൾ വലുതായിരിക്കാം, പക്ഷേ അതിൻ്റെ വില വളരെയാണ്. ദൈവ പ്രവൃത്തി തങ്ങൾ വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരു കാര്യം കർത്താവ് പറയുകയാണ്.
ഈ യോഹന്നാൻ എഴുതുകയാണ്. യോഹന്നാൻ പറയുകയാണ്, 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, അതിന് 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 ആശയങ്ങളാണ് ഇതുവരെയും അവർ മനസ്സിലാകാത്തിരുന്ന 2 ആശയങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തുകയാണ്. ആദ്യം പറയുന്നത് ഞാൻ നല്ല ഇടയനാണ് എന്ന് പറയുകയാണ്. യേശുവിനെ പോലെ നല്ല ഇടയൻ ഈ ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടോ? ഇപ്പോഴാണ് ആ പാട്ട് പാടാനിരുന്നത് പർപ്പസ്ഫുള്ളി, അതിനു മുമ്പ് പാടി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഇടയനെ പോലെ നല്ലൊരു ഇടയൻ ഉണ്ടോ? പക്ഷെ പറയാനൊരു മടി. നമ്മുടെ കർത്താവിനെ പോലെ നല്ലൊരു കർത്താവ് ഉണ്ടോ? കേട്ടില്ല. ഇല്ല. അങ്ങനെയാണെന്ന് ഉറക്കെ പറഞ്ഞേ. ഉണ്ടോ? ഇല്ല. നമ്മുടെ ഇടയനെ പോലെ. എന്നാ ഇടയന്റെ പ്രത്യേകത അറിയാമോ? നാം അവിടെ വായിക്കുന്നു, ആ ഇടയൻ സ്വന്തം ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന ഇടയനാണ്. ഈ ലോകത്തിലുള്ള മനുഷ്യരായ നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. ഒരു പക്ഷേ കർത്താവ് വന്നാൽ മരിക്കാതെ നമ്മൾ രൂപാന്തരപ്പെടും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, നമുക്കെല്ലാവർക്കും മരണമുണ്ട്. എന്നാൽ എപ്പോഴാണ് എന്ന് മാത്രമേ അറിയില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മളൊക്കെ മരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ജനിച്ചത് കൊണ്ടാണ് മരിക്കുന്നത്. എന്നാൽ മരിക്കാൻ വേണ്ടി ജനിച്ച ഒരേ ഒരു പുണ്യാത്മാവ് ഈ ലോകത്തിലുള്ളൂ. ശ്രദ്ധിക്കണം, മരിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് ആർക്കു വേണ്ടിയാണെന്നറിയാമോ? തൻ്റെ ജനത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച അതുല്യനായ ഒരു വ്യക്തിവിശേഷമായ കർത്താവായ യേശു ക്രിസ്തു ആ ജീവൻ അർപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ജീവൻ ലഭിച്ചവരായി ഇരിക്കാനിടയാകുന്നത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ജീവനിലേക്ക് ഇതുവരെയും കടന്നു വന്നിട്ടില്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് സ്നേഹബുദ്ധിയ ഒരു കാര്യം പറയാനുണ്ട്. ഈ അതുല്യനായ യേശു ക്രിസ്തുവിനെ പോലെ, നിസ്തുല്യനായ ഈ മണവാളനെ പോലെ, ഈ നിസ്തുല്യനായ ഇടയനെ പോലെ വേറൊരു ഇടയനില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ മറുവലയായി കൊടുത്ത ഏറ്റവും വലിയ പുണ്യപുരുഷൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, റോമാലേഖനം 5-ാം അധ്യായത്തിൽ പ്രകാരം വായിക്കുന്നു, ഒരുപക്ഷെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുമായിരിക്കാം, ഒരുപക്ഷെ ഗുണവാന് വേണ്ടി ഒരാൾ മരിക്കുമായിരിക്കാം. എന്നാൽ നമ്മൾ 8-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കാൽവരി ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്തിയാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും, യേശു എനിക്കും നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നത്. ഞാനത് 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്പം കൂടെ വിശദീകരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ വാതിലാകുന്നു. ഐ ആം ദ ഡോർ. ഞാനാണ് വാതിൽ. ഏത് വാതിൽ? സ്വർഗത്തിലേക്കുള്ള വാതിൽ യേശു മാത്രമാണ് എന്ന് യോഹന്നാൻ വ്യക്തമായി എഴുതുകയാണ്. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുന്നതിന് കാരണം വാതിലായ യേശു. ഞങ്ങളുടെ അവിടെ പരസ്യങ്ങളൊന്നും നടക്കൂല, കാരണം ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായ നിബന്ധനകളും ഒക്കെ കൊണ്ട് നടക്കില്ല. അപ്പം ഞങ്ങൾക്ക് വലിയൊരാഗ്രഹം, ഞങ്ങളുടെ നാട്ടിൽ ഒരു യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു കൺവെൻഷൻ വെക്കണം. ഭയങ്കര ആഗ്രഹമാണ്. ഞങ്ങളുടെ സഭ ഒരു 3-4 വർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു കൺവെൻഷൻ വെക്കാൻ തീരുമാനിച്ചു. അത് ചരിത്ര പ്രസിദ്ധമായ കൺവെൻഷനാണ്, ആർക്കും മറക്കാനാവാത്ത ഒരു കൺവെൻഷനുമാണ്. ഞാനത് പറയാമെന്താന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ ഗുരുവിനെ തന്നെ വിളിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ചാണ്ടപ്പിള്ള ചാനെ ഞങ്ങൾ വിളിച്ചു. ആ കൺവെൻഷൻ അദ്ദേഹം വന്നു, അദ്ദേഹം പ്രസംഗിച്ചു. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമൊക്കെ അദ്ദേഹം വെളിവാക്കി നല്ല ഒരു പ്രസംഗമൊക്കെ പ്രസംഗിച്ചു. ഈ പ്രസംഗമൊക്കെ തീർന്ന് വർഷങ്ങൾ കഴിഞ്ഞു, കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ആ വർഷമാണ് ഏറ്റവും ചരിത്ര പ്രസിദ്ധം എന്ന് പറയാൻ കാരണം, അന്ന് രാത്രിയിലാണ് ലോകത്തെ മുഴുവൻ നടുക്കിയ സുനാമി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായത്. രാത്രി ഫുള്ള് തണുപ്പും. പിറ്റേ ദിവസമാണ് വർത്തമാന പത്രത്തിൽ സുനാമിയുടെ കാര്യമൊക്കെ അറിയുന്നത്. അതുകൊണ്ട് ആ കൺവെൻഷൻ മറക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരട്ടെ. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞു. ആ കൺവെൻഷന് ഞങ്ങൾ കുറേ പണം ചെലവഴിച്ചു. പ്രത്യക്ഷത്തിൽ ആരും രക്ഷയിലേക്കൊന്നും വന്നില്ല. ഞങ്ങൾക്ക് അല്പമല്ലാത്ത നിരാശയൊക്കെ ഉണ്ടായി. എങ്കിലും സഭയിലെ സഹോദരന്മാർ പറഞ്ഞു, സാരമില്ല, നമ്മൾ ബ്രദറുകാരായിട്ട് കുറേ പേർ ഈ നാട്ടിലുണ്ടെന്നുള്ള കാര്യം ലോകത്തിലൊക്കെ ഞങ്ങളുടെ
ചുറ്റുമുള്ള ഗ്രാമത്തിലൊക്കെ അറിയിച്ചല്ലോ, അത് നല്ലതായി എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലം അനുഭവിച്ചത് കുറേ വർഷത്തിന് ശേഷമാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഒരു ഗ്രാമത്തിൽ, ഇജിലമ്പാടി എന്ന് പറയുന്ന മറ്റൊരു ഗ്രാമത്തിലേക്ക് ഞങ്ങൾ സുവിശേഷവുമായി ചെന്നപ്പോൾ ഞങ്ങളെ ഒരു വീട്ടിൽ വിളിച്ചു കയറ്റിയിരിക്കുകയാണ്, പാസ്റ്റർമാർ ഇങ്ങോട്ട് വരണം. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ എല്ലാ വീട്ടിൽ നിന്നും പുറത്താക്കി കളയുന്ന പാർട്ടികൾ ഇപ്പം ഞങ്ങളെ വിളിക്കുന്നു. അപ്പം ഞങ്ങളിങ്ങനെ കുശുകുശു പറഞ്ഞ് കാര്യമായിട്ടിരുന്നോണം, ഓടാൻ തയ്യാറായിട്ടിരുന്നോണം, കാരണം ഇവർ നമ്മളെ വിളിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പം എനിക്കിച്ചിരി അല്പമല്ലാത്ത പേടിയുണ്ട്. പേടിയെന്ന് പറഞ്ഞാൽ അടി കിട്ടുമെന്നുള്ള പേടിയൊന്നുമല്ല, കാരണം അടി കൊണ്ടാൽ അത് താങ്ങാനുള്ള ആരോഗ്യമില്ലാത്തൊരാരോഗ്യ സമയത്താണ് ഞാൻ അവിടെ പോകുന്നത്, അതുകൊണ്ടാണ്. ഇപ്പോഴാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എന്നാൽ അന്ന് ആരോഗ്യമില്ലാതിരുന്ന ഒരു പ്രത്യേക ന്യൂമോണിയൊക്കെ വന്ന് ആകെപ്പാടെ പ്രശ്നമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ എന്നെ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കയറി. എൻ്റെ വൈഫല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു യുവ സഹോദരൻ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി. അവിടെ കയറി കഴിഞ്ഞാൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒന്ന് മാത്തു ಹೇಳಲಿಕ್ಕೆ ಆಗ್ತದೆ, കന്നഡയിലാണ് പറഞ്ഞു, ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. അപ്പോൾ പറഞ്ഞു, ಹೇಳಿ ಪರವಾಗಿಲ್ಲ, നീ ಹೇಳಿ. ഒരു കാര്യം, നിങ്ങൾ കുറേ നാൾ മുമ്പ് നിങ്ങൾ അവിടെ ഒരു കൺവെൻഷൻ വെച്ചായിരുന്നല്ലോ, ഈ ചാണ്ടപ്പുള്ള അങ്കിൾ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ഒരു മനുഷ്യൻ വന്ന് പ്രസംഗിച്ചായിരുന്നു. ഞങ്ങൾ അതേ നടന്നു. അന്ന് ആ പ്രസംഗത്തിൻ്റെ ഏറ്റവും അവസാനം ഞാൻ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞാട്ടെ എന്താ, എനിക്ക് മലയാളം മനസ്സിലാകും, തിരിച്ച് പറയാൻ അറിയത്തില്ലെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് മലയാളം നല്ലവണ്ണം മനസ്സിലാകും. കന്നഡ ട്രാൻസ്ലേഷൻ ഒന്നും ഇല്ല, മലയാളത്തിൽ മാത്രമാണ് പ്രസംഗം, മലയാളികൾക്ക് വേണ്ടി മാത്രമുള്ള പ്രസംഗമായിരുന്നു. അദ്ദേഹം പുറകെ വന്നിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇതാണ്, യേശു മാത്രമേ വാതിലുള്ളൂ, സ്വർഗത്തിലേക്ക് യേശു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. കാരണം പിന്നെ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് മണ്ടത്തരമാണോ എന്നും ചോദിച്ച് ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയി. പക്ഷേ പോകുന്ന വഴിക്ക് ഈ വചനത്തിലെ ഓരോ വാക്കും എന്നോട് സംസാരിച്ചു, ഓരോ ശബ്ദവും എന്നോട് സംസാരിച്ചു. യേശു അല്ലാതെ വേറെ വാതിലില്ല എന്ന് ഓരോ വാക്കും എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. നിങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ സ്ഥലം ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ നിങ്ങളുടെ സഭയിലേക്ക് ഹാളിലേക്ക് വരാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജാതീയപരമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദൈവഭൃത്യന്മാര് ഞങ്ങളുടെ വഴിയെ ഒന്ന് വരണമേ, ഈ യേശു വാതിലാകുന്ന യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്കിപ്പോ സന്തോഷമായി, കാരണം യേശു വാതിലാണെന്ന് തിരണവൽക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയവരാണ് ഞങ്ങൾ. എന്നാൽ കാലാകാലങ്ങളിൽ യൂട്യൂബ് വഴി, ഫേസ്ബുക്ക് വഴി, വാട്സപ്പ് വഴി മലയാളം മെസ്സേജ് കേട്ടിട്ട് യേശുവിനെ ഞങ്ങൾ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കാനിടയായി. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളുടെ പ്രസക്തി ഒരുപക്ഷെ ഇന്ന് അതിന് റിസൾട്ട് ലഭിക്കുന്നില്ലായിരിക്കാം, എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ നമ്മൾ ഈ ചെയ്ത സന്ദേശങ്ങളുടെ പൂർത്തീകരണമായ കാര്യം അന്നറിയാനിടയായി തീരും. സ്തോത്രം. ഗിദിയോൻസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന അനുഗ്രഹീത ഒരു ശുശ്രൂഷയുണ്ട്. എൻ്റെ ഗുരുതുല്യനായ PC അങ്കിളൊക്കെ അതിനകത്ത് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നുമ്പോൾ ഇപ്പോഴും നല്ല യുവാവിനെ പോലെ ഇങ്ങനെ ചുറുചുറുപ്പോടെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ പറയുക, ഞാനും കുറേ ബൈബിളുകൾ ഞങ്ങളവിടെ വിതരണം ചെയ്യും. ഞങ്ങളവിടെ ഭയങ്കര ഉത്സവം നടക്കുന്നുണ്ട്. ആ ഉത്സവത്തിന് ഒരു സ്റ്റാൾ ഇട്ടിട്ട് ഞങ്ങൾ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ അത് ബാൻ ചെയ്തു, ബൈബിൾ സ്റ്റോൾ തരത്തില്ലെന്ന് വെച്ച് ബാൻ ചെയ്തു. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അത് ചെയ്യുമായിരുന്നു. അനേക ആളുകൾ അത് വാങ്ങിക്കും. അതിൻ്റെ റിസൾട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റത്തില്ല. കാരണം എന്താ അറിയാമോ, അവർ വീട്ടിൽ കൊണ്ടുപോയി അവർ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ വാതിലാണ്, എന്നിലൂടെ കടക്കുന്നതിനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുമെന്നുള്ള വചനം അവന്റെ ഹൃദയത്തിൽ വായിക്കുമ്പോൾ, കാലാകാലങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനുമേൽ വ്യാപരിക്കുമ്പോൾ ആ വചനം ഉള്ളിൽ ക്രിയ ചെയ്ത് ഒരു നാൾ അവനും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഇന്ന് നമുക്ക് ഒരുപക്ഷെ അതിന്റെ റിസൾട്ട് കാണാൻ പറ്റുന്നില്ലായിരിക്കാം, എന്നാൽ ഒരു ദിവസം നമ്മൾ നിത്യതയിൽ എത്തുമ്പോൾ നമ്മുടെ ശുശ്രൂഷകൾ മുഖാന്തരം, കൺവെൻഷൻ മുഖാന്തരം, പരസ്യയോഗങ്ങൾ മുഖാന്തരം, ബൈബിൾ ഡിസ്ട്രിബ്യൂഷൻ മുഖാന്തരം, ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ മുഖാന്തരം എത്ര ആയിരങ്ങൾ കർത്താവിനെ കണ്ടെത്തി എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കാനിടയാകും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളൊന്നും വ്യർത്ഥമല്ല. ഒരേ ഒരു വാതിലേ ഉള്ളൂ, ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്നുള്ള പരമമായ സത്യം നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇത് കേൾക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ എപ്പോഴാണ് രൂപാന്തരത്തിലേക്ക് വരുന്നു എന്ന് നമുക്കറിയില്ല.
യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അല്പം കൂടെ വ്യത്യസ്തമായ ഒരു ആശയം കൂടെ അവിടെ യോഹന്നാൻ പറയുകയാണ്. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അവിടെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു സംഭവമാണ് നടക്കുന്നത് നമുക്കറിയാം. 3 വ്യക്തികൾ മാത്രമുണ്ടായിരുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമം അറിയപ്പെടുന്നത് തന്നെ ആ 3 പേരുടെ പേരിലാണ്. ആരാണ്? നിങ്ങൾ ആരുടെ പേര് ആദ്യം പറയുമെന്ന് നോക്കാം. ആരാണ്? മാർത്തയും, അങ്ങനെയാണോ തുടങ്ങി? അതെ, മറിയയും. എങ്ങനെ തുടങ്ങുന്നത്? നമ്മൾ സാറിന് പറയാണ് എങ്ങനെ തുടങ്ങുന്നത്? മറിയയാണോ ആദ്യം തുടങ്ങുന്നത്, മാർത്തയാണോ? നമ്മൾ യൂഷ്വലി പറയുന്നത് ആ ഗ്രാമത്തെ വെച്ച് പറയുമ്പോൾ എന്താ? മാർത്തയും മറിയയും ലാസറും. പക്ഷെ ഇവിടെ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? 11-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാന്യ. അവിടെ തുടങ്ങുന്നത് 2 സഹോദരിമാരെ പറഞ്ഞുകൊണ്ടാ. ഈ സഹോദരിമാർക്ക് സഭയിൽ സ്ഥാനമുണ്ടോ ഇല്ലയോ ഭയങ്കര വിവാദമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണ്. സഹോദരിമാർക്ക് പ്രസംഗിക്കാമോ ഇല്ലയോ? ഇതൊക്കെ ബൈബിളിലെ വലിയ ഉപദേശസത്യങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും വിലച്ചുകൊണ്ടുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, വേദപുസ്തകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ പല കാര്യങ്ങളും തമ്പുരാൻ കർത്താവ് ഏൽപ്പിച്ചത് ആരെയാണെന്നറിയാമോ? സഹോദരിമാരെയാ. എന്നാ തെളിവ്? യേശു കർത്താവ് ഉയർത്തത് ആദ്യം പോയി പറയാൻ പറഞ്ഞത് ആരോടാ? പറ. മഗ്ദലക്കാരത്തി മറിയോടാ. ഇനി നോക്ക്, യേശുവിനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി കല്ലറയ്ക്ക് വന്നതാരാ? സഹോദരിമാരാ. അവർക്ക് പ്രാധാന്യം സഭയ്ക്കുള്ളിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയ വിവാദം കത്തുന്നതാണ്. ഞാനതിനെ സാധൂകരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഞാനൊരു കാര്യം വ്യക്തമായി പറയാം, നമ്മൾ സഹോദരിമാരെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കാനായിട്ട് പാടില്ല. സഭയിൽ അവർക്ക് പ്രബോധനം പറയാനോ ഉപദേശം പറയാനോ സ്തോത്രം ചെയ്യുവാനോ ലീഡ് ചെയ്യുവാനോ സഹോദരന്മാർ ഉള്ളിടത്ത് ദൈവത്തിൻ്റെ വചനം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് പരമമായ സത്യമാണ്. അത് തിരുവചനം വ്യക്തമായി പറയുന്ന കാര്യമാണ്. കാരണം എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സഭയിൽ നിയമിക്കപ്പെട്ട കുറേ ആളുകളുടെ പേര് പറയുന്നുണ്ട്. അവിടെ പറയാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേശിമാർ, സുവിശേഷകന്മാർ, മൂപ്പന്മാർ, ഉപദേശകന്മാർ. ഇതിനകത്ത് ഒരു സ്ത്രീലിംഗവും പറഞ്ഞിട്ടില്ല. ഉപദേശമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അവർക്ക് കുടുംബത്തിൽ സ്ഥാനമില്ലെന്നർത്ഥമില്ല, സഭയിൽ സ്ഥാനമില്ലെന്നർത്ഥമില്ല. അവർക്ക് അതുല്യമായ ഒരു സ്ഥാനം വേദപുസ്തകം സഹോദരിമാർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും സഹോദരിമാരുടെ ബുദ്ധി പെൺബുദ്ധി പിൻബുദ്ധിയാണ് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി കൊണ്ട് അത് നിർത്തിയേക്കണം. പെൺബുദ്ധി പിൻബുദ്ധി ഒന്നും അല്ല. അവർക്ക് പല കാര്യങ്ങളും അറിയാം. നമ്മൾ കാര്യങ്ങൾ അപഗ്രഥിക്കുന്നതിനേക്കാൾ ഉപരിയായി കാര്യങ്ങളെ അപഗ്രഥിക്കാനുള്ള അനിതര സാധാരണമായ കഴിവുള്ള സഹോദരിമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരിമാർക്ക് ഒരേ സമയം മൾട്ടിപ്പിൾ ജോലി ചെയ്യാം. നമ്മളാണെങ്കിൽ ചായ ഇടാൻ എൻ്റെ ഭാര്യ എന്നോട് പറയും, അച്ഛാ ഈ പാലൊന്ന് ഗ്യാസേ വെച്ചിരിക്കുകയാണ്, അച്ഛാനൊന്ന് നോക്കണമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മയിൽക്കുറ്റി പോലെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനിടയ്ക്ക് മിനി അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, അടുക്കളയിൽ പോകും, ആ സ്റ്റോർ റൂമിൽ പോകും, ഇപ്പുറത്ത് പോകും. അച്ഛാന്ന് വേണ്ടി ഇങ്ങനെ മയിൽക്കുറ്റി പോകും. എന്നോട് എന്നാ അച്ഛാ? അല്ല, പാല് തിളച്ച് വരുന്നു. അവർ ഈ പാല് വെച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. അവിടെ ഇവിടെ എല്ലാം നടക്കും. ആ പാൽ അതിൻ്റെ ടൈം ആകുമ്പോഴേ തിളച്ച് വരികയുള്ളൂ എന്ന് എനിക്കറിയാം. മുറ്റത്താരാ വന്നിരിക്കുന്നതെന്നറിയാം, മഴ പെയ്യുന്നുണ്ടോ എന്നറിയാം, കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാം. മൾട്ടിപ്പിൾ ജോബ് ചെയ്യുന്ന സഹോദരിമാരാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹപാത്രമായി തിരിക്കുന്നത്. ഒരു എഴുത്തുകാരൻ പറഞ്ഞതുപോലെ ആ സഹോദരിമാർ വീട്ടിനുള്ളിൽ നടക്കുന്ന നടപ്പ് ഒരു മത്സരത്തിന് നടന്നതായിരുന്നെങ്കിൽ ഒളിമ്പിക്സിൽ എത്ര തവണ അവർക്ക് സ്വർണ്ണ മെഡൽ കിട്ടുമായിരുന്നുവെന്ന് രസികനായ ഒരു എഴുത്തുകാരൻ പറഞ്ഞത് ഞാൻ വായിച്ചു കേൾക്കാനിടയായി. എൻ്റെ സഹോദരിമാരെ, നിങ്ങളെ മറ്റുള്ളവർ കുറച്ചാലും ദൈവം നിങ്ങളെ കുറയ്ക്കുന്നില്ല. സ്തോത്രം. ദൈവം നിങ്ങൾക്ക് മാനം തരുന്നു. കാരണം ആ അധ്യായം തുടങ്ങുന്നത് ലാസറിന്റെ പേര് പറഞ്ഞുകൊണ്ടല്ല, പിന്നെ ആരുടെ പേര് പറഞ്ഞുകൊണ്ടാണ്? മാർത്തയുടെയും മറിയയുടെയും എന്നല്ല, മറിയയുടെയും മാർത്തയുടെയും എന്നാണ്. എന്താണ് കാരണം എന്നറിയാമോ? അവരുടെ ഹൃദയം തുറന്നു. രണ്ടാമത് അവരുടെ വീട് തുറന്നു. പിന്നീട് അവരുടെ പേഴ്സ് തുറന്നു. ഈ 3 തുറക്കപ്പെടലുകൾ അവിടെ നടക്കുകയാണ്. ഒന്ന്, അവരുടെ ഹൃദയം തുറന്നു, കർത്താവിനെ സ്വീകരിച്ചു. അവരുടെ വീട് തുറന്നു, അവർ വീട്ടിനുള്ളിലേക്ക് യേശുവിനെ പ്രവേശിപ്പിച്ചു. അത് കഴിഞ്ഞ് അവരുടെ പേഴ്സ് തുറന്ന് സ്വച്ഛജടാമാംസ്യ തൈലം അവിടെ പൂശി.
ഈ ഇങ്ങനെയുള്ള സഹോദരിമാരെ കർത്താവ് അമൂല്യമായി കണക്കാക്കുന്നു എന്ന് പറയുകയാണ്. സന്ദർഭവശാൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുകയാണ്. അവിടെ നിരാശയുടെ 4 ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ രോഗിയായി കിടന്ന ലാസറിന്റെ ചരിത്രം മറ്റ് 3 സുവിശേഷങ്ങളിൽ ഇല്ല. എന്തിനാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം പറഞ്ഞിരിക്കുന്നത്? തെളിവിതാണ്. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് യോഹന്നാന് തെളിയിക്കാൻ ആ അത്ഭുതം കൂടെ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു സംഭവമുണ്ട്. 4 നിരാശയുടെ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാമെന്ന്. നിരാശയുടെ വാക്കുകൾ എന്താണെന്ന് ഒന്നാമത് പറയാണ്. അതിന്റെ 3-ാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു. ഒന്നാമത്തെ കാര്യം, ആ സഹോദരിമാർ ആളയച്ചു, അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. കർത്താവിനോട് പറയാണ്, അല്ലയോ കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുകയാണ്. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഇപ്പോഴെങ്ങാനും വന്നാൽ ലാസറിനെ എന്ത് ചെയ്യാം? സൗഖ്യപ്പെടുത്താം. കാരണം ദീനമായി കിടക്കുന്നേ ഉള്ളൂ. നമ്മളെല്ലാം കർത്താവിനോട് അങ്ങനെയാണല്ലോ പറയുന്നത്. കർത്താവിനൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കേട്ടിട്ടുണ്ടോ നമ്മുടെ പ്രാർത്ഥന? കർത്താവേ, ഞങ്ങളിപ്പോൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ്, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ഇങ്ങോട്ട് പോവാ, തൃശ്ശൂരിലേക്ക് പോവുകയാണ്, ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ്, കർത്താവെ കൂടെ ഇരിക്കണമേ എന്ന്. ഞങ്ങൾ തൃശ്ശൂരേക്ക് പോവുകയാണ്, ഞങ്ങളുടെ സഹോദരൻ ഹോസ്പിറ്റലാണെന്ന് അവിടുന്ന് അറിയുന്നല്ലോ. കർത്താവിന് ഇതൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. അറിയുന്നല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളും അതുപോലെയൊക്കെയാണ് വിശ്വസിക്കുന്നത്. കർത്താവേ, ഇപ്പോഴെങ്ങാനും വന്നാൽ നിനക്ക് സൗഖ്യമാകാനായിട്ട് പറ്റും. കാരണം ദീനമായി കിടക്കുന്നതേ ഉള്ളൂ, ഇപ്പോൾ വന്നാൽ സൗഖ്യമാക്കാം. രണ്ടാമത്തെ നിരാശയുടെ വാക്കുകൾ നമ്മൾ വായിക്കുന്നത് 14-ാമത്തെ വാക്യത്തിലാണ്. അവിടെ യേശുവാണത് പറയുന്നതെങ്കിലും ആ പ്രയോഗം വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു പ്രയോഗമാണ്. ലാസർ എന്ത് ചെയ്തു? മരിച്ചുപോയി. നമുക്ക് ആ നിരാശയുടെ വാക്കുകൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. മരിച്ചുപോയ സന്ദർഭങ്ങളിൽ എങ്ങാനും ഒന്ന് വന്നാൽ, യേശു കർത്താവേ, മരിച്ചതേ ഉള്ളൂ, ഇപ്പോഴെങ്ങാനും വന്നാൽ ലാസറിനെ ഉയർപ്പിക്കാം എന്ന് പറയുകയാണ്. ഇവിടെ മാർത്തയും മറിയയും ഈ കർത്താവിനോട് സങ്കടം പറയുന്നത് ഒരേ വാക്കുകളാണ്. 27-ാം വാക്യം നമ്മൾ വരുമ്പോൾ, 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മാർത്ത പറയുന്നതായി കാണാൻ കഴിയുന്നത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് മാർത്ത പറയാണ്. അത് മാത്രമല്ല 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മറിയ പറയുന്നതും സെയിം വാചകം തന്നെയാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. 3-ാമത്തെ സങ്കടകരമായ കാര്യം, കർത്താവേ, അവിടുന്ന് ഇല്ലാതെ പോയത് കൊണ്ടാണ് ഈ സങ്കടമൊക്കെ വന്നത്, അവിടുന്ന് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ അങ്ങ് വന്നല്ലോ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? മാർത്തയുടെയും മറിയയുടെയും സങ്കടമാണ് നമുക്കും ചിലപ്പോൾ ഉള്ളത്. കാരണം നമ്മളും ദൈവത്തിന് മുമ്പാകെ വന്ന് പറയുകയാണ്, കർത്താവെ, ആകെപ്പാടെ പ്രശ്നമായി, ഞങ്ങളുടെ ജീവിതം ആകെപ്പാടെ കഷ്ടത്തിലായി, എന്ത് ചെയ്യണമെന്നറിയില്ല. എൻ്റെ തമ്പുരാനെ, അങ്ങക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് നമ്മളെക്കാൾ മിടുക്കനായിരുന്ന, നമ്മളെക്കാൾ ദൈവത്തോട് കൂടെ ഇരുന്ന മോശയ്ക്ക് പറ്റി. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ മോശ ഇങ്ങനെ ദൈവത്തോട് നിലവിളിക്കുകയാണ്, അല്ലയോ ദൈവമേ, അവർ പറയുന്ന അവർക്ക് ഇറച്ചി വേണമെന്ന് പറയുന്നു, എന്ത് ചെയ്യും, എങ്ങനെ കൊടുക്കും? ഉടനെ ദൈവം പറഞ്ഞു, അതിന് സാരമില്ല മോശേ, ഞാൻ 1 ദിവസമല്ല 2 ദിവസമല്ല, ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കാം. ഉടനെ മോശ പറഞ്ഞു, അയ്യോ ദൈവമേ, 1 ദിവസമോ 2 ദിവസമോ കൊടുത്താൽ പറ്റുകയില്ല, ഇനിയുള്ള കുറേ ദിവസങ്ങൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കും? ദൈവം പറഞ്ഞു, ഇല്ല മോശേ, ഞാനത് കൊടുത്തോളാം. ഉടനെ പറഞ്ഞു, ദൈവത്തോട് പറയാണ്, അയ്യോ ദൈവമേ, എൻ്റെ കൂടെ ഉള്ളവർ എത്രയെന്നറിയാമോ? 6 ലക്ഷം കാലാളുണ്ട്, 6 ലക്ഷം ആരോഗ്യ ദൃഢഗാത്രന്മാരുണ്ട്, അത്രയും സ്ത്രീകളുണ്ട്, 12 ലക്ഷമായി. സമ്മിശ്ര ജാതി ഒരു 5 ലക്ഷം കാണും, 18 ലക്ഷമായി. കുറെ മൃഗങ്ങളെല്ലാം കൊണ്ട്, അവരെ ഇടയന്മാരെല്ലാം കൊണ്ട് ഏകദേശം 20 ലക്ഷത്തോളം പേരുണ്ട്. ദൈവമേ, ഇത്രയും പേർക്ക് ഇറച്ചി എങ്ങനെ കൊടുക്കും എന്ന് സംശയം പ്രകടിപ്പിച്ച മോശയോട് ദൈവം പറയുന്ന ഒരു വാചകമുണ്ട്, അല്ലയോ മോശേ, എൻ്റെ കൈ കുറുതായി പോയോ? ആമേൻ. ദൈവത്തിന് അസാധ്യമായിട്ട്
ഒന്നുമില്ല എന്നുള്ള കാര്യം അറിയാവുന്ന മോശയ്ക്ക് പോലും പറ്റിയെങ്കിൽ ഈ മാർത്തയ്ക്കും മറിയയ്ക്കും പറയുന്നതിനകത്ത് എന്തെങ്കിലും സങ്കടമുണ്ടോ? നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും സങ്കടമുണ്ടോ? നമ്മൾ ഒരുപക്ഷെ അറിയാതെ പറയുന്നതായിരിക്കാം. മാർത്തയും മറിയയും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയാണ് 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ കാര്യം പറയാണ്. ഇത് മാത്രമല്ല, എന്തായെന്നറിയാമോ? യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. 4ാമത്തെ കാരണം പറയാണ്. എത്ര ദിവസമായി? 4 ദിവസമായി. ഇനി എന്തില്ല? രക്ഷയില്ല. കാരണം എത്ര ദിവസമായി? 4 ദിവസം. ഇനി ഇവിടെ ഒരു യഹൂദന്മാരുടെ ചിന്തയുണ്ട്. അതോടെ ഞാൻ സാന്ദർഭികവശമായി പറയാം. ഈ ഓർത്തഡോക്സ് യഹൂദന്മാരുടെ തൽമൂദിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. ഈ മരിച്ചു കഴിഞ്ഞാൽ 1 ദിവസമായി കഴിയുമ്പോൾ ഈ ആത്മാവ് ഈ പരിസരത്തൊക്കെ ഇങ്ങനെ താമസിക്കും. 1 ദിവസം ആകുമ്പോൾ. അതുകൊണ്ടാണ് ഒരു പ്രത്യേക സഭാവിവാഹം മരിച്ചു കഴിഞ്ഞ് 10-26 ദിവസം കട്ടിലൊക്കെ വിരിച്ച് ഈ ഒരു വെള്ള തുണിയൊക്കെ നിർത്തിയിടുന്നതിൻ്റെ അവിടെ നിന്നുള്ള പാരമ്പര്യമാണ്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ 1 ദിവസം ഇങ്ങനെയൊക്കെ കിടക്കും, ഇവിടെയൊക്കെ നിൽക്കുമെന്നാണ് യഹൂദന്മാർ വിശ്വസിച്ചത്. 2-ാം ദിവസം ആകുമ്പോഴേക്കും ഈ അന്തരീക്ഷത്തിൽ നിന്ന് മുകളിലത്തെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകും, അന്തരീക്ഷത്തിലേക്ക് പോകും. 3-ാമത്തെ ദിവസം ആകുമ്പോൾ അവിടുന്നും പോകും. യേശു എത്രാം ദിവസമാണ് വന്നേ? 4-ാം ദിവസം. യഹൂദനായ ഓർത്തഡോക്സ് യഹൂദന്മാരോട് യേശു പറയാണ്, നിങ്ങളുടെ മാനുഷികമായ ചിന്തകളുണ്ടല്ലോ, നിങ്ങളുടെ ചിന്തകൾക്കപ്പുറത്താണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ വ്യാകുലപ്പെട്ടു എന്ന് വന്നേക്കാം. എങ്ങനെ ഇത് ഭാവിയിൽ സംഭവിക്കും? എൻ്റെ മകൾക്ക് എങ്ങനെ ജോലി കിട്ടും? എൻ്റെ മകൻ എങ്ങനെ ജോലി കിട്ടും? എൻ്റെ മകളുടെ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും? ദൈവമേ, എൻ്റെ ഈ സാമ്പത്തിക പരാധീനത എങ്ങനെ മാറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ 4-ാമത്തെ യാമത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ഇനി യാതൊരു പ്രതീക്ഷയും ഇല്ല എന്ന് കാണുമ്പോൾ ഇതാ കടലിൽ മീതെ നടന്നു വരുന്ന ഉന്നതനായ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ! നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോഴേ കർത്താവ് വരുള്ളൂ. എന്നാന്നറിയാമോ? നമ്മുടെ ബുദ്ധി കൊണ്ടല്ല അത് സാധിച്ചതെന്ന് കർത്താവിന് തെളിയിക്കണം. നമ്മളുടെ പ്രയത്നം കൊണ്ടല്ലത് സാധിച്ചത്, ദൈവത്താലാണ് സാധ്യമാകുന്നത് എന്ന് തെളിയിക്കണം. ഇതിപ്പോൾ 4-ാമത്തെ ദിവസവുമായി. ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. അവർ പറയുന്ന അടുത്ത കാര്യം 39-ാം വാക്യം ഒന്ന് വായിച്ചേ. 11-ാം അധ്യായം 39-ാം വാക്യം. 5-ാമത്തെ കാര്യം അവർ പറയാം. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ 3-ാമത്തെ ദിവസം അല്ല വന്ന് 4-ാം ദിവസം വന്ന് ഇനി പ്രതീക്ഷകളില്ല. നമ്മൾ സാറ് പറയണ്ടേ, ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണി എന്നുള്ള നിലയിൽ അവസാനത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. കർത്താവെ 4 ദിവസമായെന്ന് മാത്രമല്ല, പിന്നെ എന്തുകൂടായി? നാറ്റവും വെച്ചു എന്ന് പറഞ്ഞാൽ ഇനി യാതൊരു പ്രതീക്ഷകളുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവ പ്രവർത്തിക്ക് സമയമില്ല. ദൈവത്തിന്റെ പ്രവർത്തിക്ക് നമ്മുടെ സമയമല്ല. ഇംഗ്ലീഷിൽ ഒരു പ്രശസ്തമായ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഗോഡ് ഈസ് നോട്ട് ടു early ബട്ട് നോട്ട് ടു ലേറ്റ് ബട്ട് ഹി ഈസ് ഓൺ ഹിസ് ടൈം. ദൈവം ഒരിക്കലും താമസിച്ചല്ല, ദൈവം ഒരിക്കലും വേഗത്തിലുമല്ല. ദൈവം ആപ്റ്റായുള്ള സമയത്താണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കരം നമുക്കറിയില്ല, അതെങ്ങനെ വരുന്നു എന്ന് നമുക്കറിയില്ല. അങ്ങനെ വരുന്നു എന്ന് നമുക്കറിഞ്ഞാൽ നമുക്ക് വിശ്വാസമുണ്ടാകില്ല. എങ്ങനെ നടന്നു എന്ന് നമുക്കറിയില്ല. പലപ്പോഴും ഞാൻ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് പിള്ളേരോടും വൈഫിനോടൊക്കെ പറയും, 10-26 വർഷമായി കർണാടകത്തിൽ വന്നിട്ട് അറിയാമോ എങ്ങനെയാ വന്നെന്ന്? ഇപ്പോഴും എന്നെ കണ്ടാൽ ചെറുപ്പമാണ്. അപ്പോൾ ഓർത്ത് നോക്കിയേ, ഇതിനേക്കാളും ചെറുപ്പത്തിൽ മീശ കിളിത്തുകൊണ്ടിരുന്ന പ്രായത്തിൽ മുമ്പും പിൻപും നോക്കാതെ, ആര് സഹായിക്കുമെന്നറിയാതെ, ആര് കരുതുമെന്നറിയാതെ, ആരുടെ മുഖത്തേക്ക് നോക്കുമെന്നറിയാതെ ഇറങ്ങി പുറപ്പെട്ടുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തിക്ക്, ദൈവത്തിൻ്റെ അത്ഭുതകരത്തിന് ഇതുവരെയും തടസ്സപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ദൈവത്തിൻ്റെ അത്ഭുതകരം മാത്രമാണ്. തിരിഞ്ഞു നോക്കിയാൽ എങ്ങനെ വന്നു എന്നറിയില്ല. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് പറയാണ്, കല്ല് നീക്കുവിനെന്ന് പറഞ്ഞു. ആ വാക്യത്തിൽ അങ്ങനല്ലേ വായിക്കുന്നേ? കല്ല് നീക്കുവിനെന്ന് കർത്താവ് പറഞ്ഞു. അതെന്നെ അങ്ങനെ പറഞ്ഞേ? മരിച്ച് 4 ദിവസം കഴിഞ്ഞ ലാസറിനെ ഉയർപ്പിക്കാൻ കർത്താവിന് കല്ല് നീക്കാൻ പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല, ചിന്തിച്ചു നോക്കി. നമ്മൾ ഈ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു നോക്കണം. അതിൻ്റെ ആവശ്യമുണ്ടോ?
ഇല്ല. കർത്താവിന് വേണേ മാറ്റാം. നമ്മൾ കൊടുക്കുന്ന ഉത്തരം എന്താ അറിയാം? നമ്മൾ വെച്ചത് നമ്മൾ തന്നെ മാറ്റണം. നല്ല ഉത്തരമാണ്. നമ്മൾ വെച്ചത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? മാറ്റണം. നല്ല ഉത്തരവാണ്, സംശയമൊന്നുമില്ല. നമ്മൾ വെച്ചത് നമ്മൾ തന്നെ മാറ്റണം, അത് ശരിയാണ്. പക്ഷേ അതല്ല അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്തരവെന്ന് പറയുന്നത്. അതല്ല, നമ്മൾ വെച്ചത് നമ്മൾ മാറ്റണം എന്നുള്ളതല്ല. കല്ല് മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ശിഷ്യന്മാരും അവിടെ നിന്ന ആളുകൾക്കും കല്ല് മാറ്റാൻ പറ്റും. പക്ഷേ ജീവൻ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. അതിന് സാധിക്കുന്ന അത്ഭുത പുരുഷനായ ദൈവപുത്രനായ ക്രിസ്തു ഇറങ്ങി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് കല്ല് മാറ്റ്. കാരണം നിങ്ങളെ കൊണ്ടത് പറ്റും, എന്നാൽ ജീവൻ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. ആമേൻ. എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ ലാസർ എങ്ങനാ വന്നേ? ആ വാക്യം ഒന്ന് വായിച്ചേ ബ്രദറെ, ഭയങ്കര അത്ഭുതമാണ്. അതിന്റെ 45-ാം വാക്യം ഒന്ന് വായിച്ചേ. 45-ാം വാക്യം എല്ലാവരും വായിക്കണേ, എല്ലാവരും ബൈബിൾ എടുത്ത് വായിക്കണേ. ഒരു ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കാം. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. എന്താ വായിക്കുന്ന? ഒരു പദപ്രയോഗം അവിടെ ഉണ്ട്. എന്താണെന്നറിയാം? അവൻ ചെയ്തത് കണ്ടിട്ട്. ഇനി ഇവിടുത്തെ ഒരു അത്ഭുതം എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ ലാസറിന്റെ കല്ലറക്കൽ യേശു ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. എന്താ വിളിയെന്നറിയാമോ? ലാസറേ പുറത്തു വരിക എന്നുള്ളൊരു വിളിയാണ്. ആ കല്ലറയ്ക്ക് മുമ്പിൽ നിന്നതുകൊണ്ട്, ലാസറേ എന്ന പേര് വിളിച്ചത് കൊണ്ട് ലാസർ മാത്രം വന്നു. ഇല്ല, പേര് ലാസറേ എന്ന് വിളിക്കാതെ പുറത്തു വരിക എന്ന് വിളിച്ചതായിരുന്നെങ്കിൽ അതുവരെ മരിച്ച സകല അപാല വൃദ്ധവും അവിടെ എഴുന്നേറ്റ് വരുമായിരുന്നു. കാരണം എൻ്റെ നാഥന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ പ്രകമ്പനം കൊള്ളുന്ന ലോകമാണ്. അതുകൊണ്ട് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. അടുത്ത് തന്നെ ചിന്തിപ്പിച്ചത് തൊട്ടടുത്ത മൂലിൽ നമ്മൾ വായിക്കുന്ന 44-ാം വാക്യം ശ്രദ്ധിച്ച് വായിക്കണം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, മരിച്ചവൻ പുറത്തു വന്നു. പ്രയോഗം ശ്രദ്ധിക്കണം. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈയും കാലും ശീല കൊണ്ട് കെട്ടിയും അവൻ്റെ മുഖം റൂമാല് കൊണ്ട് മൂടിയുമിരുന്നു. എന്നിട്ട് പറയാണ്, അവൻ്റെ കെട്ടഴിപ്പിന് അവൻ പോകട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, മുഖം മുഴുവനും മൂടി, കൈയും കാലും കെട്ടി, നമ്മുടെ കുഞ്ഞുമക്കളിടുന്ന ഷാള് പോലത്തെ റൂമാല് കൊണ്ട് തല മുതൽ പെരുവരൽ വരെ ബന്ധിച്ച് നടക്കാൻ പറ്റത്തില്ലാത്ത, കൈ അനക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ കെട്ടപ്പെട്ടവനായ ഈ ലാസർ എങ്ങനെ പുറത്തു വന്നു? എൻ്റെ കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, എൻ്റെ കർത്താവിൻ്റെ ശബ്ദം ലാസറിന്റെ ചെവിയിൽ മുഴങ്ങിയപ്പോൾ, 4 ദിവസമായി നാറ്റം വെച്ച് പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ ഇതാ പറന്ന് തന്നെയാണ് വന്നത്, സംശയമില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ലാസർ വന്നു. എന്നിട്ട് കർത്താവ് പറയാണ്, അവൻ്റെ കെട്ടഴിപ്പിന് അവൻ പോട്ടെ. അതുകൊണ്ടാണ് 45-ാം വാക്യത്തിൽ വായിക്കുന്നത്, യേശു ചെയ്തത് ആര് കണ്ടു? യഹൂദന്മാർ കണ്ടു, വിശ്വസിച്ചു. ഇതുപോലെ പ്രവാചകൻ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതാണ് ദൈവപുത്രനായ ക്രിസ്തു എന്ന് യോഹന്നാൻ വ്യക്തമായി എഴുതുന്നത്. ഇതുപോലെ ചെയ്ത ആരുണ്ട്? യേശുവിൻ്റെ ശബ്ദത്തിൽ 4 ദിവസമായി നാറ്റം വെച്ച് പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ ഇതാ ഇറങ്ങി വരുന്ന അതുല്യനായ നസ്രയനായ യേശുവിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ ഇറങ്ങി വരുന്ന ലാസറിനെ കാണാൻ കഴിയും. ഇതുപോലൊരു കാര്യം ഭാവിയിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം എല്ലാവരും അവരോടൊരുമിച്ച് അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും സമാഗതമായിരിക്കുകയാണ്. അവിടെ 3 ശബ്ദങ്ങളെ കുറിച്ച് പറയാണ്. ഒന്നാമത്തെ ശബ്ദം എന്താണ്? കർത്താവ് താൻ ഗംഭീരനാദം.
എന്താണ് ആ നാദം? ഗംഭീരനാദം. അത് ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ ശബ്ദം ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം. 3 ദൈവത്തിൻ്റെ കാഹളം. ഈ 3 ശബ്ദങ്ങൾ അവിടെ ഉണ്ടാകുകയാണ്. അതെൻ്റെ ഒരു മറ്റ് പ്രസംഗമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാലും ഒരു കാര്യം പറയാതെ പോയാൽ അത് ദൈവവചനത്തോട് ചെയ്യുന്ന ഒരു അനീതിയാണല്ലോ. കുറേ നാൾ വരെ സയൻറ്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ശബ്ദത്തിന് ഒരു വസ്തുവിനെ നീക്കാൻ പറ്റില്ലെന്നുള്ളതായിരുന്നു. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും എന്നാണത് കണ്ടുപിടിച്ചത്. അവൻ്റെ പിള്ളേർ ഭയങ്കര മിടുക്കന്മാരും മിടുക്കലുമാണല്ലോ. അപ്പോൾ ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഹൗ ദ സൗണ്ട് ക്യാൻ ചേഞ്ച് ദ തിങ് എന്ന് അടിച്ചു നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചെങ്ങനെയാണ്, കുറേ നാൾ വരെ 1900 വരെ മുമ്പ് വരെ സയൻറ്റിസ്റ്റ് ചിന്തിക്കുന്നത് ഈ ശബ്ദത്തെ മാറ്റാൻ പറ്റത്തില്ലെന്നായിരുന്നു. ശബ്ദം കൊണ്ട് മറ്റൊരു വസ്തുവിനെ മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. ഡെന്നി ബ്രദറിനോട് ചോദിച്ചാൽ മതി മാറ്റാൻ പറ്റുമോ എന്ന്. ഇതിൻ്റെ അടുത്തേക്കൊന്ന് മൊബൈൽ കൊണ്ട് വെച്ചേ, സൗണ്ട് ഒന്ന് ഇട്ടേ. ഒരു 500 വാട്ട്സ് അങ്ങോട്ട് ഇട്ടിടനെ നമ്മുടെ ഒരു മൊബൈലോ ഏതെങ്കിലും ലളിതമായ വസ്തു കൊണ്ടുവച്ചാൽ അവിടുന്ന് പ്രകമ്പനം കൊണ്ട് മാറും. വൈബ്രേഷൻ എന്തിനാ? നമ്മുടെ ഫോണിന് വൈബ്രേഷൻ ഇടുമ്പോൾ കണ്ടിട്ടില്ലേ ഫോൺ മാറുന്നത്? ഈ ശബ്ദം കൊണ്ടും വൈബ്രേഷൻ കൊണ്ടും മാറാൻ പറ്റുമോ? സയൻറ്റിസ്റ്റ് തെളിയിച്ചു. ഇന്ന് സയൻറ്റിസ്റ്റ് തെളിയിച്ചു ശബ്ദത്തിന് തിങ്ങിനെ മാറ്റാൻ കഴിയും. സ്വർഗത്തിലെ വലിയൊരു ദൂത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന ഒരു വലിയ സുദിനം അവിടെ ഉണ്ട്. ആ ശബ്ദത്തിങ്കൽ നമ്മളെല്ലാവരും രൂപാന്തരപ്പെട്ട് കർത്താവിനോട് ഒരുമിച്ച് പോകാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ തേജസ്സിനോട് തേജസ് ചേർന്ന് നമ്മൾ എടുക്കപ്പെടാൻ പോകുന്ന ഏറ്റവും വലിയ നിർഭരമായിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്കൊന്ന് വായിക്കാം ആ വാക്യം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിച്ചേ. 21-ാം വാക്യം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:21. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അടുത്ത വാക്യം ഞാൻ പറയാം, പക്ഷേ നിങ്ങൾ വായിച്ച് കേൾക്കുന്നതല്ല, അതുകൊണ്ടാണ് പറയാത്തത്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്, അടുത്ത പദം ശ്രദ്ധിക്കണേ, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താനായിട്ട് പോവുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും ഈ സംഭവങ്ങൾ എങ്ങനെ സാധ്യമാകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. ഞാനത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഇപ്രകാരം പറയട്ടെ. നിങ്ങളിൽ ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നു എന്ന് വരികിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു ദൂത് ഇത് മാത്രമാണ്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജീവിച്ചത്, ഈ ലോകത്തിൽ യേശുക്രിസ്തു മരിച്ചത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. നാം ഓരോരുത്തരും നിത്യമായ പാപത്തിൽപ്പെട്ട് അഴന്നുഴലുന്ന നരകത്തിലേക്ക് പോകേണ്ടവരായിരുന്നു. എന്നാൽ അവിടെ നിന്ന് കാരുണ്യവാനായ ദൈവം നമ്മെ രക്ഷിച്ചു. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. അവിടെ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അവിടെ വായിക്കുകയാണ്, നമ്മുടെ താഴ്ചയുള്ള ശരീരം അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. ഞാനൊരു ഉദാഹരണം പറയാൻ പോവുകയാണ്. ശ്രദ്ധയോടുകൂടി ഇരിക്കണം. നമ്മുടെ ശരീരങ്ങൾ ഉയർക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മളിൽ കുറച്ച് ആളുകൾ ഒരു ഷിപ്പിൽ യാത്ര ചെയ്തു. ഷിപ്പ് റെക്ക് ഉണ്ടായി, കടൽ ഛേദം ഉണ്ടായി, നമ്മൾ കുറച്ച് പേര് മരിച്ചു. നമ്മുടെ ശരീരങ്ങൾ കിട്ടിയില്ല. ആര് തിന്ന് കാണും? മീൻ ഭക്ഷിച്ച് കാണും, സംശയമൊന്നുമില്ല. നമ്മുടെ ബോഡി കിട്ടിയില്ല. വയനാട്ടിൽ നമ്മൾ കണ്ടതല്ലേ, ആ പ്രകൃതിക്ഷോഭം ഉണ്ടായി, ചിലരുടെ കൈ മാത്രമേ കിട്ടിയുള്ളൂ. ഞങ്ങൾ അടുത്ത ആഴ്ച ആ വയനാട്ടിൽ പോവുകയാണ്. അടുത്ത 22, 23, 24 തീയതിയിൽ പബ്ലിക് മീറ്റിംഗ് ആണ് വയനാട്ടിൽ. ഞാനും പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. അവിടെ ചെന്ന് അവരോട് സാന്ത്വനമായ വാക്കുകൾ പറയാൻ പോവുകയാണ്. അവരുടെ കൈകൾ മാത്രമേ കിട്ടിയുള്ളൂ, ചിലരുടെ കാലുകൾ മാത്രമേ ഉള്ളൂ, ചിലരുടെ അവയവങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ത് ദാരുണമായ കാഴ്ചയായിരുന്നു അല്ലേ? വളരെ ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു. ശരിയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതുപോലെ നമ്മളും കടലിൽ വീണു, നമ്മുടെ ശരീരങ്ങളൊന്നും കിട്ടിയില്ല, സെമിത്തേരിക്കകത്തോ പെട്ടിക്കകത്ത് വെക്കാനോ യാതൊന്നും കിട്ടിയില്ല. അവസാനം പോയി, അത് മീൻ തിന്നു.
ആ മീൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഉള്ളതെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മീൻ പസഫിക്കിലോട്ട് പോയി, പസഫിക്കിൽ നിന്ന് അന്റാർട്ടിക്കയിലോട്ട് പോയി. മീനെ അന്റാർട്ടിക്കയിലുള്ള ആൾ പിടിച്ചു, അമേരിക്കയിലുള്ള ആൾ പിടിച്ചു, UK യിലുള്ള ആൾ പിടിച്ചു, അതുപോലെ തന്നെ ശ്രീലങ്കയിലുള്ള ആൾ പിടിച്ചു, കേരളത്തിലുള്ള ആൾ, തൃശ്ശൂരുള്ള അയ്യന്തോളിലുള്ള ആൾ പിടിച്ചു. അയ്യന്തോളിലുള്ള ആൾ ഈ മീനിനെ കഴിച്ചു. ഡെയിലി റൊട്ടീൻ പോലെ നമ്മുടെയൊക്കെ ഈ വീടിൻ്റെ പരിസരങ്ങളിൽ ഈ വിശുദ്ധനായ മനുഷ്യൻ്റെ ശവശരീരങ്ങൾ നമ്മുടെ കൊച്ചു ഗ്രാമത്തിലും പാർട്സായിട്ട് ഒരു പക്ഷേ യു ഹാവ് ടു അസ്യൂം, ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചു എന്ന് സംഭവിക്കുക. അങ്ങനെ സംഭവിച്ചു. തീർച്ചയായിട്ടും അനേക വിശ്വാസികളുടെ ബോഡി കിട്ടാതുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. സത്യമായ കാര്യമാണ്. നമ്മളൊന്ന് അസ്യൂം ചെയ്യുക, നമ്മുടെ ശരീരം പോയി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ പൗലോസ് പറയാണ്, നമ്മുടെ താഴ്ചയുള്ള ശരീരം അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണ്? ഞാനിത് വായിച്ചപ്പോൾ, എൻ്റെ ചെറുബാലനായിരുന്നപ്പോൾ ഞാനിത് വായിച്ചപ്പോൾ, എൻ്റെ ദൈവം തമ്പുരാനെ, എങ്ങനെയാണിത് സാധ്യമാകുക? എൻ്റെ താഴ്ചയുള്ള ശരീരം അങ്ങയുടെ മഹത്വമുള്ള ശരീരമായിട്ട് എങ്ങനെയാണ് രൂപാന്തരപ്പെടുക? എന്നാൽ ആ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ചെറിയ വാക്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. ആ പദപ്രയോഗം ദൈവത്തിൻ്റെ ആത്മാവോടെ പറയാണ്, സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ അത്യന്തമായ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എന്തോ ഒരു പ്രതീക്ഷയാണ്, എന്തോ ഒരു ആനന്ദമാണ്, എന്തോ ഒരു സന്തോഷമാണ്. ഇവിടെ പാടിയപ്പോൾ നമ്മൾ പാടിയല്ലോ, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശു കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവായി കർത്താവായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഈ നല്ല ഇടയനായ, ഈ അരുമയിടയനായ, ഈ വാതിലായ, ജീവന്റെ ഇടയനായ, ജീവവാതിലായ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇതുവരെയും രക്ഷിതാവായി അംഗീകരിച്ച് കടന്നു വന്നിട്ടില്ലെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പങ്കുവെക്കുവാനായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ അതുല്യമായ ഒരു നിമിഷമാണിത്. കാരണം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന അതുല്യമായ നിമിഷം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ മാറ്റമുണ്ടാകുന്ന ഒരു സമയം. ഈ ലോകത്തിലേക്ക് അതുല്യനായി ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപത്തിനു വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു. അത് എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് എൻ്റെ 9ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ എന്നോട് സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ അംഗീകരിച്ച് വിശ്വസിച്ചേറ്റു പറഞ്ഞു. ഞാനൊരു ബ്രദറൻ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനായതുകൊണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ പാപിയല്ല, ഞാൻ ബ്രദറുകാരനല്ലേ, പിന്നെ എങ്ങനെയാണ് ഞാൻ പാപിയാകുന്നത്? അമ്മ എന്നോട് കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നു, ഇല്ല മോനെ, നീ ഒരു പാപിയാണ്, നിന്റെ പാപനിമിത്തമാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. 9ാമത്തെ വയസ്സിൽ എനിക്ക് ആ സത്യം അംഗീകരിക്കുവാനുള്ള വലിയ കൃപ സ്വർഗത്തിലെ ദൈവം നൽകി. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ലാത്തവരായി, എന്നെ കേൾക്കുന്നവരായി പന്തലിലുള്ളവരുണ്ടെങ്കിൽ, ഈ ശബ്ദപരിധിക്കുള്ളിലുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോട് സ്നേഹബുദ്ധിയ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങളുടെ മരണത്തിന് മുമ്പ്, നിങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ്, നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഹൃദയത്തിലൊരു തീരുമാനമെടുക്കണം. ഈ നസ്രായനായ യേശു എൻ്റെ പേർക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ഈ നല്ല ഇടയനായ യേശുവിനെ എനിക്ക് വേണം, എനിക്ക് വേണം. എൻ്റെ പാപത്തിന് വേണ്ടിയാണ് ഈ നല്ല ഇടയനായ യേശു മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ, നിങ്ങൾ കിടക്കുന്ന കിടപ്പിൽ നിൽക്കുന്നുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ഹൃദയവാതിക്കൽ കർത്താവ് മുട്ടുകയാണ്. ആ കർത്താവ് നിങ്ങളുടെ ഹൃദയവാതിക്കൽ മുട്ടുമ്പോൾ നിങ്ങളുടെ ഹൃദയവാതിലൊന്ന് തുറന്നു കൊടുക്കണം. എന്താണ്? യേശുവേ, ഞാനൊരു പാപിയാണ്, ഞാനൊരു അധമ പാപിയാണ്, എൻ്റെ പാപത്തിനു വേണ്ടി അവിടുന്ന് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നു. അല്ലയോ കർത്താവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഞാൻ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും എൻ്റെ കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഞാൻ ഒരിക്കൽ കൂടി ആ പ്രാർത്ഥന പറയാം. എൻ്റെ കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിനു വേണ്ടി അവിടുന്ന്
ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അങ്ങയുടെ ഒരു മകനാക്കി മകളാക്കി എന്നെ തീർക്കണമേ. ഈ ലളിതമായ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയാന്തരഭാഗത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരാനിടയാകും. അതുമാത്രമല്ല, നമ്മൾ ഇതുവരെയും പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ഈ അതുല്യനായ ദൈവപുത്രനായ യേശുക്രിസ്തു എന്ന നിസ്തുല്യ പുരുഷൻ്റെ മക്കളായി തീർന്ന് സ്വർഗ കവാടം പോകുവാനുള്ള വലിയ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഈ യേശുവിനെ ആരെങ്കിലും, ഈ പന്തലിരിക്കുന്ന ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഈ മീറ്റിങ്ങിൻ്റെ അവസാനം നിങ്ങൾ ഞങ്ങളെ വന്ന് കാണണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ദയവായി നാളെ ഇവിടെ രാവിലെ 8 മണിക്ക് ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്. ആ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കാനായിട്ട് നിങ്ങൾക്ക് കടന്നു വരാവുന്നതാണ്. നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ 2 ദിവസക്കാലം എനിക്ക് വചനം സംസാരിക്കുവാനും ബൈബിൾ ക്ലാസ് എടുക്കുവാനും അവസരം നൽകിയ ക്രിസ്തു സഭയിലെ എൽഡേഴ്സായ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും സഭാവിശ്വാസികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് പൂർണ്ണവിരാമം ഇടുന്നു. കർത്താവിൻ്റെ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.